السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، وأشهد أن لا إله إلا الله وحده لا شريك له ولي الصالحين، وأشهد أن محمدا عبده ورسوله سيد الأنبياء والمرسلين صلى الله عليه وعلى آله وأصحابه وأتباعه بإحسان إلى يوم الدين. أما بعد، قال الإمام المجدد شيخ الإسلام محمد بن عبد الوهاب ابن سليمان التميمي رحمه الله: باب قول الله تعالى: ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. കിതാബ് തൗഹീദിലെ 31ാമത്തെ ബാബാണ് നമ്മൾ വായിക്കുന്നത്. ഈ അധ്യായത്തിന്റെ തലക്കെട്ട് വിഷയമായിട്ട് ശൈഖുൽ ഇസ്ലാം ഒരു ആയത്താണ് കൊടുത്തിട്ടുള്ളത്. ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله. മനുഷ്യരിൽ ചിലരുണ്ട് യത്തഖിദു മിൻ ദൂനില്ലാഹി, അല്ലാഹുവിന് പുറമെ അവർ സ്വീകരിക്കുന്നു അന്ദാദൻ, നിദ്ദുകളെ. നിദ് എന്ന് പറഞ്ഞാൽ തുല്യൻ, സമൻ എന്നൊക്കെയാണ് അർത്ഥം. അപ്പൊ അള്ളാഹുവിന് സമന്മാരെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്, അള്ളാഹുവിന് പങ്കാളികളെ സ്വീകരിക്കുന്ന ആളുകളുണ്ട്. എന്നിട്ട് എന്താണ് ചെയ്യുന്നത്? ഈ പങ്കാളികളോട് യുഹിബ്ബൂനഹും, ആ പങ്കാളികളെ സമന്മാരെന്ന് അവർ വാദിക്കുന്ന ആളുകളെ യുഹിബ്ബൂനഹും അവർ സ്നേഹിക്കുന്നു കഹുബ്ബില്ലാഹ്, അള്ളാഹുവിനെ സ്നേഹിക്കുന്നത് പോലെ. അപ്പോ തൗഹീദിന്റെ ഒരു ഭാഗമാണ്, ഇബാദത്തിന്റെ ഒരു ഭാഗമാണ് അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത്. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഷിർക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? അള്ളാഹുവിന് പ്രത്യേകമായിട്ടുള്ള കാര്യങ്ങൾ മറ്റു വല്ലവർക്കും വകവെച്ചു കൊടുക്കുക, അതാണ് ഷിർക്ക് എന്ന് പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നുള്ളത് ഇബാദത്താണെങ്കിൽ, വഅലൈക്കും സലാം വറഹ്മത്തുള്ളാഹി, മറ്റു ഒരു ഇലാഹിനെ സ്നേഹിക്കുക എന്നുള്ളത് ഷിർക്കാണ്. അതുകൊണ്ടാണ് ഈ ബാബ്, ഈ അധ്യായം കിതാബ് തൗഹീദിൽ കൊടുത്തിട്ടുള്ളത്. തൗഹീദുമായി ബന്ധമുള്ള കാര്യങ്ങളാണല്ലോ ഈ കിതാബിൽ പറയുന്നത്. അപ്പൊ അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് ഒരു ഇബാദത്താണ്. അള്ളാഹുവിന് പുറമെ അള്ളാഹുവിനെ പോലെ ഒരു ആരാധനയുടെ മനസ്സോടുകൂടി ഒരാളെ സ്നേഹിച്ചാൽ ആ സ്നേഹം ആരെയാണോ സ്നേഹിച്ചത് അവനുള്ള ഇബാദത്താകും, ഷിർക്കാകും. അതുകൊണ്ടാണ് കിതാബ് തൗഹീദിൽ ഈ അധ്യായം ഇദ്ദേഹം കൊടുത്തിട്ടുള്ളത്. ഈ അധ്യായത്തിന് ദലീലുകളായി 2 ആയത്തുകളും അതുപോലെ ചില ഹദീസുകളും ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തിട്ടുണ്ട്. വഖൗലുഹു, അല്ലാഹു തആല പറയുന്നു: ഖുൽ ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും ഇലാ ഖൗലിഹി അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി. സൂറത്ത് തൗബയിലെ ആയത്താണ്. ഖുൽ ഇൻ കാന ആബാഉക്കും, പറയുക നിങ്ങളുടെ പിതാക്കന്മാർ, വഅബ്നാഉക്കും മക്കൾ, വഇഖ്വാനുക്കും സഹോദരങ്ങൾ, വഅസ്വാജുക്കും ഭാര്യമാർ ഭർത്താക്കന്മാർ, വഅശീറത്തുക്കും നിങ്ങളുടെ അടുത്ത കുടുംബങ്ങൾ ബന്ധുക്കൾ, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, അതുപോലെ തന്നെ വതിജാറത്തുൻ വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ സമ്പാദിച്ച പണം, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം വരുമോ എന്ന് നിങ്ങൾ പേടിക്കുന്ന നിങ്ങളുടെ കച്ചവടങ്ങൾ, വമസാകിനു തർലൗനഹ, നിങ്ങൾ ഇഷ്ടപ്പെടുന്ന താമസിക്കാൻ നിങ്ങൾക്ക് ഇഷ്ടമുള്ള നിങ്ങളുടെ വീടുകൾ, അഹബ്ബ ഇലൈക്കും, ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടമെങ്കിൽ, മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അല്ലാഹുവിനേക്കാൾ അവന്റെ റസൂലിനേക്കാൾ അല്ലാഹുവിന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാൾ ഈ പറഞ്ഞ കാര്യങ്ങളാണ് നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ, ഫതറബ്ബസു ഹത്താ യഅതിയല്ലാഹു ബിഅംരിഹി, നിങ്ങൾ കാത്തിരിക്കുക അല്ലാഹുവിന്റെ കൽപ്പന അഥവാ അല്ലാഹുവിന്റെ ശിക്ഷ നിങ്ങൾ കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തമ്മാടികളായ ഖൗമിനെ അല്ലാഹു ഹിദായത്തിലാക്കുകയില്ല. അപ്പൊ ഈ ആയത്തിൽ പറയുന്നത് എന്താണ്? അള്ളാഹുവിനെ പോലെ അല്ലെങ്കിൽ അള്ളാഹുവിനേക്കാൾ കൂടുതൽ മറ്റൊരു വസ്തുവിനെ സ്നേഹിക്കുകയാണെങ്കിൽ അത് ഷിർക്കാണ്. അതിനെക്കുറിച്ചാണ് ആദ്യത്തെ ആയത്തിൽ പറഞ്ഞത്. മുശ്രിക്കുകൾ അള്ളാഹുവിനെ പോലെ അവരുടെ വിഗ്രഹങ്ങളെ അല്ലെങ്കിൽ അള്ളാഹുവിന് സമന്മാരായി അവർ സ്വീകരിച്ചിട്ടുള്ള ആലിഹത്തിനെ സ്നേഹിക്കുന്നു. അപ്പൊ അള്ളാഹുവിന് തുല്യമായ ഒരാളെ സ്നേഹിക്കുക, അതുപോലെ ആരാധനയുടെ ഭാവത്തോടു കൂടി സ്നേഹിക്കുക, അത് ഇസ്ലാമിൽ നിന്ന് പുറത്താകുന്ന ഷിർക്കാണ്. കാരണം അള്ളാഹുവിന് സമന്മാരെ സ്വീകരിച്ചു. അതിന് ഉദാഹരണമായി ചില ഉലമാക്കൾ പറഞ്ഞിട്ടുണ്ട്, ഒരാളോട് ഇപ്പൊ സത്യം ചെയ്യാൻ പറഞ്ഞാൽ, അള്ളാഹുവിന്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞാൽ ധൈര്യമായിട്ട് സത്യം ചെയ്യും. പക്ഷെ ഒരു ബിംബത്തിന്റെ പേരിൽ അല്ലെങ്കിൽ ഒരു വലിയന്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞാൽ ചെയ്യാൻ മടിക്കും. ഇത് ആരാധനയാകുന്ന സ്നേഹമാണ്. ആ വലിയനുള്ള സ്നേഹമാണ് കൂടുതൽ. ആ വലിയന്റെ പേരിൽ എങ്ങനെയാ കളവ് പറയുക എന്നുള്ള പേടിയാണ്, അല്ലെങ്കിൽ ആ ബിംബത്തിന്റെ പേരിൽ എങ്ങനെയാണ് കളവ് പറയുക എന്നുള്ള പേടി. അല്ലെങ്കിൽ സ്വന്തം ഉമ്മാന്റെ പേരിൽ സത്യം ചെയ്യാൻ പറഞ്ഞാൽ പേടിക്കും. ഇത് ഷിർക്കാകുന്ന ഹുബ്ബാണ്. ഇനി
രണ്ടാമത്തെ ആയത്തിൽ പറഞ്ഞത് ഖുൽ ഇൻ കാന ആബാഉക്കും അബ്നാഉക്കും എന്ന് തുടങ്ങിയ ആയത്തിൽ അതിൽ നിന്ന് മനസ്സിലാക്കാവുന്നത് എന്താണ്? അള്ളാഹുവിനോടുള്ള സ്നേഹം, അതിന് എതിരാകുന്ന ഒരു പ്രവൃത്തി മറ്റൊരാളോട് ഉള്ള സ്നേഹത്തിന്റെ പേരിൽ നമ്മൾ ചെയ്താൽ അത് അള്ളാഹുവിന്റെ ശിക്ഷ കിട്ടാൻ കാരണമാകും. കാരണം ഈ ആയത്തിന്റെ അവസാനത്തിൽ പറഞ്ഞത് ഫതറബ്ബസു ഹത്ത യഅതി അല്ലാഹു ബിഅംരിഹി, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾ പ്രതീക്ഷിക്കുക എന്നാണ്. അപ്പോ നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത ഒരു കാര്യം മറ്റൊരാൾക്ക് വേണ്ടി ചെയ്താൽ അത് ശിർക്കാവുന്നില്ലെങ്കിലും, ഇപ്പൊ കച്ചവടത്തിന് വേണ്ടി ഒരാൾ നമസ്കാരം ഒഴിവാക്കി, ജമാഅത്ത് ഒഴിവാക്കി, അപ്പൊ ശിർക്കാണോ? ശിർക്കല്ല. കാരണം ഒരു ആരാധനയുടെ മനസ്സ് അയാൾക്കില്ല. അള്ളാഹുവിനേക്കാൾ ഈ കച്ചവടത്തിനെ അയാൾ സ്നേഹിക്കുന്നില്ല. പക്ഷെ അള്ളാഹുവിന് ഇഷ്ടമുള്ള, അള്ളാഹു കൽപ്പിച്ചിട്ടുള്ള വാജിബായ ഒരു കാര്യത്തിന് മറ്റാരോടെങ്കിലുമുള്ള സ്നേഹം നമുക്ക് തടസ്സമാകുന്നുണ്ടെങ്കിൽ ആ സ്നേഹം എന്താണ്? ഹറാമാണ്. അപ്പൊ അള്ളാഹു അല്ലാത്തവരെ സ്നേഹിക്കുന്നത് പലതരത്തിലുണ്ട്. ഷിർക്കാകുന്ന സ്നേഹമുണ്ട്, ഹറാമാകുന്ന സ്നേഹമുണ്ട്, അതുപോലെ തന്നെ അനുവദനീയമായ സ്നേഹമുണ്ട്. ഇപ്പൊ രണ്ടിനും ഉദാഹരണങ്ങൾ നമ്മൾ കണ്ടു. ഷിർക്കാകുന്നത് എന്താണ്? അള്ളാഹുവിനേക്കാൾ ഒരു വസ്തുവിനെ സ്നേഹിക്കുക, അല്ലെങ്കിൽ അള്ളാഹുവിനെ തുല്യമായിട്ട് സ്നേഹിക്കുക, അല്ലെങ്കിൽ ആരാധനയുടെ മനസ്സോടുകൂടി സ്നേഹിക്കുക, താഴ്മയോടുകൂടിയുള്ള സ്നേഹം, അത് ഷിർക്കുൻ അക്ബറാണ്. രണ്ടാമത്തേത് അള്ളാഹു കൽപ്പിച്ച വാജിബാക്കിയ ഒരു കാര്യം മറ്റൊരാൾക്ക് വേണ്ടി മുടക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമായ സ്നേഹമാണ്. അത് ഈ പറഞ്ഞ ആർക്ക് വേണ്ടിയാണെങ്കിലും, മക്കൾക്ക് വേണ്ടി, അതുപോലെ തന്നെ ഭാര്യമാർക്ക് വേണ്ടി, അതുപോലെ കുടുംബങ്ങൾക്ക് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി എങ്ങനെയാണ് ഹറാമ് ചെയ്യുക? വീടിന് വേണ്ടി ഹറാമ് ചെയ്യാന്ന് പറഞ്ഞാൽ ചില സാഹചര്യങ്ങൾ നമ്മുടെ വീട് ഉപേക്ഷിക്കേണ്ടി വരും. അള്ളാഹിന്റെ മാർഗത്തിലുള്ള ഹിജറ, ഒരാൾക്ക് അവൻ ജീവിക്കുന്ന നാട്ടില് അള്ളാഹുവിന്റെ ദീൻ മുറുകെ പിടിച്ച് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥയാണുള്ളത്. അങ്ങനെയാണെങ്കിൽ ഹിജറ നിർബന്ധമാകും അവന് കഴിവുണ്ടെങ്കിൽ. അല്ലെങ്കിൽ മറ്റൊരു നാട്ടിൽ അവൻ തന്റെ നാട്ടിൽ ചെയ്യാൻ കഴിയാത്ത ദീനിയായ ബാധ്യതകൾ, വാജിബാത്തുകൾ ചെയ്യാനുള്ള സാഹചര്യമുണ്ട്. അങ്ങോട്ട് മാറാൻ അവന് സാധിക്കുകയും ചെയ്യും. തടസ്സം വീടിനോടുള്ള സ്നേഹമാണ്. ആ സ്നേഹം ഹറാമാണ്. അപ്പൊ ഇങ്ങനെ മറ്റാർക്കെങ്കിലും വേണ്ടി ഒരു വാജിബിൽ വീഴ്ച വരുത്തിയാൽ അത് ഹറാമായ സ്നേഹമാണ്. ഇനി ഹലാലായ സ്നേഹമുണ്ട്. എന്താണ് ഹലാലായ സ്നേഹം? പണ്ഡിതന്മാർ പറയുന്നത് 4 വിധത്തിലുണ്ട് ഹലാലായ മഹബത്ത്. വലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. എന്തൊക്കെയാണ്? ഒന്ന്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അത് ഹലാല് എന്നതിനേക്കാൾ മുകളിലാണ്, ഇബാദത്താണ്, അള്ളാഹു ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അപ്പോൾ ഷിർക്കും ഹറാമും അല്ലാത്ത സ്നേഹങ്ങൾ അത് 4 വിധത്തിലാണ്. ഒന്ന്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം, അള്ളാഹുവിന്റെ മാർഗത്തിൽ ഒരാളെ ഇഷ്ടപ്പെട്ടു, ദീനുള്ള ഒരാളെ സ്നേഹിച്ചു, ഇൽമുള്ള ഒരാളെ സ്നേഹിച്ചു, നമ്മുടെ കൂടെ പഠിക്കുന്ന, ദീൻ പഠിക്കുന്ന ഒരാളെ സ്നേഹിക്കുന്നു. അതൊക്കെ അള്ളാഹു അനുവദിച്ചിട്ടുള്ളതും പ്രോത്സാഹിപ്പിച്ചിട്ടുള്ളതുമാണ്. രണ്ടാമത്തേത് ബഹുമാനം കൊണ്ടുണ്ടാകുന്ന സ്നേഹം, നമ്മുടെ അധ്യാപകരോടുള്ള സ്നേഹം, അല്ലെങ്കിൽ മാതാപിതാക്കളോടുള്ള സ്നേഹം, അത് ബഹുമാനം കൊണ്ടുണ്ടാവുന്നതാണ്. മൂന്നാമത്തേത് കരുണ കൊണ്ടുണ്ടാകുന്ന സ്നേഹം, മക്കളോട്, സ്വന്തം മക്കളോടുള്ള സ്നേഹം, ചെറിയ കുട്ടികളോടുള്ള സ്നേഹം, അത് റഹ്മത്തിന്റെ സ്നേഹമാണ്. അതുപോലെ തന്നെ പ്രകൃതിപരമായ സ്നേഹം, ഇപ്പൊ ഭക്ഷണം നമ്മൾ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുപോലെ തന്നെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഭൗതികമായ വസ്തുക്കൾ, ഹലാലായ കാര്യങ്ങളൊക്കെ, അതൊക്കെ നമുക്ക് ഹലാലാണ്, അതിൽ കുറ്റമില്ല. അത് ചിലപ്പോൾ കാഫിറായിരിക്കും. ഒരു കാഫിർ നമുക്ക് വലിയൊരു സഹായം ചെയ്തു തന്നു, അല്ലെങ്കിൽ നമ്മുടെ കുടുംബക്കാരനാണ്, ശിർക്ക് ചെയ്യുന്ന ഒരാളാണ്, അറിയാതെ നമ്മുടെ മനസ്സിൽ സ്നേഹം ഉണ്ടാകും, അത് ജായിസാണ്, ആ സ്നേഹത്തിന് കുറ്റമില്ല. അപ്പൊ ഇങ്ങനെയാണ് സ്നേഹത്തിന്റെ ഇനങ്ങൾ. ഇതിൽ ഏറ്റവും ഉന്നതമായ സ്നേഹമാണ് അള്ളാഹുവിനോടുള്ള സ്നേഹം. അതുപോലെ അള്ളാഹുവിന് വേണ്ടി മനുഷ്യരെ സ്നേഹിക്കുക എന്നുള്ളത്. അള്ളാഹുവിനോടുള്ള സ്നേഹം എന്ന് പറഞ്ഞാൽ അത് ഇബാദത്തിന്റെ അടിസ്ഥാനമാണ്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറയുന്നത്, ഈ പ്രപഞ്ചത്തിൽ എന്തൊക്കെ പ്രവൃത്തികൾ നടക്കുന്നുണ്ടോ, എന്തൊക്കെ ചലനങ്ങൾ നടക്കുന്നുണ്ടോ, അതിന്റെയൊക്കെ അടിസ്ഥാനം ഒരു മഹബത്തായിരിക്കും, ഒരു സ്നേഹമായിരിക്കും. ശൈഖുൽ ഇസ്ലാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാഹ് പറയുന്നത് മനുഷ്യന്റെ മനസ്സിന്റെ മുഹർരിക്കാണ്. മുഹർരിക്ക് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ ആധുനിക ഭാഷയിൽ എഞ്ചിൻ ഉള്ളതിനൊക്കെ മുഹർരിക്ക് എന്നാ പറയാ. നമ്മുടെ എല്ലാ പ്രവൃത്തികളുടെയും എഞ്ചിൻ എന്ന് പറയുന്നത് സ്നേഹമാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, നിങ്ങൾ എന്തൊക്കെ അമൽ ചെയ്യുന്നുണ്ടോ അതിന്റെയൊക്കെ പിന്നിൽ എന്തിനോടെങ്കിലും ഉള്ള ഒരു സ്നേഹമായിരിക്കും. ഒരാൾ ബിസിനസ്സിൽ വളരെ ശ്രദ്ധിക്കുന്നുണ്ട്, തന്ത്രപരമായി ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടാണ്? പണത്തോടുള്ള സ്നേഹം. അതുപോലെ തന്നെ എന്ത് കാര്യമാണെങ്കിലും, ഇപ്പൊ ഖുർആൻ പഠിക്കുന്നുണ്ട്, എന്തുകൊണ്ടാണ്? ഖുർആനോടുള്ള ഹുബ്ബ് കൊണ്ടാണ്, സ്വർഗത്തിൽ പോകാനുള്ള ആഗ്രഹം കൊണ്ടാണ്. ഇങ്ങനെ എന്തൊരു പ്രവൃത്തിയും, ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഓരോ ചലനത്തിനു പിന്നിലും ഒരു ഹുബ്ബ് ഉണ്ടായിരിക്കും എന്നാണ് ഇബ്നു തൈമിയ്യ, ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവരൊക്കെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ അതിലേറ്റവും ഉന്നതമായത് അള്ളാഹുവിനോടുള്ള സ്നേഹമാണ്. അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിലേ അവൻ ചെയ്യുന്ന ഇബാദത്തുകൾ ഇബാദത്താവുകയുള്ളൂ. കാരണം ഇബാദത്തിന്റെ അർത്ഥം തന്നെ എന്താണ്? അഖ്സാ ഗായത്തുൽ മഹബ്ബതി വൽ ഖുദൂ', അങ്ങേയറ്റത്തെ സ്നേഹവും താഴ്മയും, അതാണ് ഇബാദത്ത് എന്ന് പറയുന്നത്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് പറഞ്ഞു, വഇബാദത്തുർ റഹ്മാനി ഗായത്തു ഹുബ്ബിഹി മഅദുല്ലി ആബിദിഹി ഹുമാ ഖുത്ബാനി. ഇബാദത്തുർ റഹ്മാൻ, അള്ളാഹുവിനോടുള്ള ഇബാദത്ത് എന്ന് പറഞ്ഞാൽ
ഗായത്തു ഹുബ്ബിഹി, അങ്ങേയറ്റത്തെ സ്നേഹമാണ്, അള്ളാഹുവിനോട് അങ്ങേയറ്റത്തെ സ്നേഹം. മഅദുല്ലി ആബിദിഹി, അതുപോലെ ആരാധിക്കുന്നവൻ അങ്ങേയറ്റത്തെ താഴ്മ കാണിക്കലും കൂടിയാണ്. ഇത് രണ്ടും കൂടുമ്പോഴാണ് ഹുമാ ഖുതുബാനി, അത് രണ്ടുമാണ് ഇബാദത്തിന്റെ ആണിക്കൽ എന്ന് പറയുന്നത്. ഖുതുബ് എന്ന് പറഞ്ഞാൽ ഈ ഉരലിലൊക്കെ ആട്ടുമ്പോ ആ കല്ല് പിടിപ്പിച്ചിട്ടുള്ള നടുവിലുള്ള ഒരു സാധനം ഉണ്ടാവും, അച്ചുതണ്ട് എന്നൊക്കെ പറയും. അങ്ങനെയുള്ള ഒരു സാധനം, സെൻട്രലുള്ള ഒരു വടി, അതിനാണ് ഖുതുബ് എന്ന് പറയുന്നത്. അപ്പൊ ഇങ്ങനെ ഇബാദത്തിന്റെ ഖുതുബ്, ഇബാദത്തിന്റെ നെടുന്തൂൺ എന്ന് പറയുന്നത് ഈ രണ്ട് കാര്യങ്ങളാണ്. ഈ അള്ളാഹുവിനോടുള്ള സ്നേഹം ഉണ്ടാക്കാനുള്ള മാർഗം എന്താണ്? നമ്മുടെ മനസ്സിൽ അള്ളാഹുവിനോട് സ്നേഹമുണ്ടെങ്കിലേ നമ്മൾ ചെയ്യുന്ന ഇബാദത്തുകൾ ശരിയാവുകയുള്ളൂ. അതുപോലെ തന്നെ ഇബാദത്തുകൾ വർദ്ധിക്കുകയും ചെയ്യും അള്ളാഹുവിനോടുള്ള സ്നേഹമുണ്ടെങ്കിൽ. അത് നമ്മുടെ മനസ്സിൽ ഉണ്ടാക്കാനുള്ള മാർഗം എന്താണ് എന്ന കാര്യം പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുണ്ട്. ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ മദാരിജുസ് സാലിക്കീൻ എന്ന കിതാബിൽ പറയുന്നു, ഫസ്ലുൻ ഫിൽ അസ്ബാബിൽ ജാലിബതി ലിൽ മഹബ്ബ, അള്ളാഹുവിനോട് സ്നേഹമുണ്ടാക്കുന്ന കാര്യങ്ങൾ എന്ന് അദ്ദേഹം പറഞ്ഞു. വഹിയ അശറ, 10 കാര്യങ്ങളാണ്. അഹദുഹ, ഒന്നാമത്തേത് ഖിറാഅത്തുൽ ഖുർആനി ബിത്തദബ്ബുരി വത്തഫഹും. അല്ലെ, നമുക്ക് ചിലപ്പോൾ തോന്നും നമ്മുടെ മനസ്സിൽ അള്ളാഹിനോടുള്ള ഹുബ്ബില്ല, ഇതൊക്കെ നമ്മൾ പറയുന്നുണ്ട് കേൾക്കുന്നുണ്ട്, പക്ഷെ നമ്മുടെ മനസ്സിൽ ഇതുണ്ടോ, അള്ളാഹിനോടുള്ള ഹുബ്ബുണ്ടോ? അത് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് വളരെ വിഷമം തോന്നും. നമ്മൾ മറ്റു പലതിനെ സ്നേഹിക്കുന്നുണ്ട്, ഇബാദത്തുകളൊക്കെ നമ്മൾ ശരീരം കൊണ്ട് ചെയ്യുന്നുണ്ട്, പക്ഷെ നമ്മുടെ ഖൽബിൽ എത്രമാത്രം അള്ളാഹുവിനോടുള്ള ഹുബ്ബുണ്ട്, അത് പരിശോധിച്ചാൽ നമുക്ക് ചിലപ്പോൾ വിഷമകരമായിരിക്കും അവസ്ഥ. അതുണ്ടാക്കാനുള്ള മാർഗങ്ങളാണ് ഇബ്നുൽ ഖയ്യിം പറഞ്ഞത്. ഒന്നാമത്തേത് തിലാവത്തുൽ ഖുർആൻ ബിത്തദബ്ബുരി വത്തഫഹും, അർത്ഥം ആലോചിച്ചുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യുക. അപ്പൊ ഖുർആന്റെ ആയത്തുകൾ, നമ്മൾ ഓതുന്ന ആയത്തുകൾ, അതിന്റെ അർത്ഥം ചിന്തിച്ചുകൊണ്ട് ഓതുക. അപ്പൊ അർത്ഥം അറിയാതെ ഖുർആൻ ഓതുന്നതിന് പ്രതിഫലമുണ്ട്, അതിന് വലിയൊരു ഇബാദത്താണ്. പക്ഷെ അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുന്നതും അറിയാതെ ഓതുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്, ആകാശവും ഭൂമിയും തമ്മിൽ വ്യത്യാസമുണ്ട്. അതുകൊണ്ടാണ് ഇമാം തബരി റഹിമഹുല്ലാഹ് പറഞ്ഞത്, അജിബ്തു ലിമൻ യഖ്റഉൽ ഖുർആന വഹുവ ലാ യഅരിഫു തഅ്വീലഹു, തഫ്സീർ അറിയാതെ ഖുർആന്റെ അർത്ഥം അറിയാതെ ഓതുന്നവന്റെ കാര്യം എനിക്ക് അത്ഭുതം തോന്നുന്നു. കൈഫ യൽതദു ബിഖിറാഅതിഹി, ഓതുന്നത് അവന്റെ ഓത്തുകൊണ്ട് അവൻ എങ്ങനെ ആസ്വദിക്കാൻ സാധിക്കുന്നു എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അർത്ഥം അറിഞ്ഞുകൊണ്ട് ഖുർആൻ ഓതുക. അർത്ഥം അറിഞ്ഞ് ഓതുക എന്ന് പറയുമ്പോൾ നമ്മളൊന്നും തഫ്സീർ അറിയാത്തവരാണല്ലോ, അതുപോലെ തന്നെ ഇൽമു കുറവാണല്ലോ, അതുകൊണ്ട് ഇതൊന്നും നമുക്ക് പറഞ്ഞതല്ല എന്ന് വിചാരിക്കരുത്. നമുക്കറിയുന്ന സൂറത്തുകൾ, ഇപ്പൊ സൂറത്തുൽ ഇഖ്ലാസ് നമുക്കറിയാലോ, അതിന്റെ തഫ്സീർ നമുക്ക് പലപ്പോഴും കേട്ടിട്ടുണ്ടാകുമല്ലോ, കേട്ടിട്ടില്ലെങ്കിൽ അത് കേൾക്കണം, പഠിക്കണം. അങ്ങനെ ചെറിയ സൂറത്താണെങ്കിൽ പോലും അതിന്റെ അർത്ഥം മനസ്സിൽ ചിന്തിച്ചുകൊണ്ട് അത് ഓതുക. സൂറത്തുൽ ഫാത്തിഹ നമ്മളെല്ലാ വക്തിലും നിർബന്ധമായിട്ട് ഓതുന്നതാണ്. അതിന്റെ അർത്ഥം തഫ്സീറുകൾ വായിച്ച് പഠിച്ച് അല്ലെങ്കിൽ ക്ലാസുകൾ കേട്ട് മനസ്സിലാക്കി അത് അർത്ഥം അറിഞ്ഞുകൊണ്ട് പാരായണം ചെയ്യുക. അതാണ് ഒന്നാമത്തെ മാർഗം. അത് ഓതുന്ന സമയത്ത് അള്ളാഹു നമ്മോട് സംസാരിക്കുകയാണ് എന്നുള്ള ബോധം നമ്മുടെ മനസ്സിലുണ്ടാകണം. രണ്ടാമത്തേത് അത്തഖറബു ഇലല്ലാഹി ബിന്നവാഫിലി ബഅദൽ ഫറായിദ്. വഅലൈക്കും അസ്സലാം വറഹ്മത്തുള്ളാഹി. ഫർളായ ഇബാദത്തുകളൊക്കെ ചെയ്തു തീർത്തതിന് ശേഷം, അത് പൂർത്തിയാക്കിയതിനു ശേഷം നവാഫിലായിട്ടുള്ള സുന്നത്തായ ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. കാരണം എന്താ? ഫർള് ചെയ്യാന്ന് പറഞ്ഞാല് നിർബന്ധമാണ്, അല്ലെ? ഫർള് എന്നതിന്റെ അർത്ഥം തന്നെ നിർബന്ധമായ കർമ്മങ്ങൾ. ഫർളായ ഒരു അമല് നമ്മൾ ചെയ്തിട്ടില്ലെങ്കിൽ അതിന് ശിക്ഷയുണ്ടാകും. അപ്പൊ ഫർള് ചെയ്യുമ്പോൾ നമുക്ക് അള്ളാഹുവിനോട് പേടിയാണ് ഉണ്ടാവുക, കാരണം അത് ചെയ്തിട്ടില്ലെങ്കിൽ ശിക്ഷ കിട്ടും. എന്നാൽ സുന്നത്താണെങ്കിലോ അവിടെ പേടിയുടെ ആവശ്യമില്ല, സ്നേഹം മാത്രം മതി ഒരാൾക്ക് സുന്നത്തായ അമലുകൾ ചെയ്യാൻ. അപ്പൊ ഫർള് ചെയ്യുമ്പോൾ നമുക്ക് സ്നേഹം ഉണ്ടാവും, പേടിയുണ്ടാവും. അപ്പോൾ ഒരാളുടെ അള്ളാഹുവിനോടുള്ള സ്നേഹം പ്രകടിപ്പിക്കാനുള്ള മാർഗമാണ്, സ്നേഹം മനസ്സിലുണ്ടാക്കാനുള്ള മാർഗമാണ് നവാഫിൽ ചെയ്യുക എന്നുള്ളത്. സുന്നത്തായ കർമ്മങ്ങൾ വർദ്ധിപ്പിക്കുക, സുന്നത്തായ നോമ്പ്, സുന്നത്തായ നമസ്കാരങ്ങൾ. നമുക്കറിയാവുന്ന എത്രയോ സുന്നത്തായ അമലുകളുണ്ട്. നമ്മൾ എത്ര വീഴ്ച വരുത്തിയിരിക്കുന്ന കാര്യങ്ങളിലൊക്കെ ഓരോ ദിവസവും എത്ര റക്അത്ത് സുന്നത്ത് നമസ്കരിക്കാൻ നമുക്ക് സാധിക്കും. വിത്ർ, ദുഹ, അതുപോലെ റവാത്തിബ് സുന്നത്ത്, ഓരോ ഫർളിന്റെയും മുമ്പും ശേഷമുള്ള സുന്നത്തുകൾ, ഉളു എടുത്താലുള്ള 2 റക്അത്ത് നമസ്കാരം, തഹയ്യത്ത്, ഇങ്ങനെയുള്ള നവാഫിലായിട്ടുള്ള ഇബാദത്തുകൾ വർദ്ധിപ്പിക്കുക. മൂന്നാമത്തേത് ദവാമു ദിക്രിഹി അലാ കുല്ലി ഹാൽ, ഏതവസ്ഥയിലും അള്ളാഹുവിനെ ഓർക്കുക, ഏതവസ്ഥയിലും അള്ളാഹുവിനെ ദിക്ർ ചെയ്യുക. അത് അള്ളാഹുവിന്റെ സ്നേഹം, അള്ളാഹുവിനോടുള്ള സ്നേഹം നമ്മുടെ മനസ്സിലുണ്ടാക്കാനുള്ള മാർഗമാണ്. മനുഷ്യന്മാർ പൊതുവെ കാണിക്കുന്ന ഒരു സ്വഭാവമാണെന്ത്? ഒരാൾക്കൊരു വസ്തുവിനോട്, ഒരു വ്യക്തിയോടൊക്കെ സ്നേഹമുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കും. ദിക്ർ എന്ന് പറഞ്ഞതാണ്. ദിക്ർ എന്നുള്ള വാക്കിന് അറബിയിൽ പരാമർശിക്കുക എന്നൊക്കെ മലയാളത്തിൽ നമ്മൾ പറയുന്ന അർത്ഥാണുള്ളത്, ഒരാളെ കുറിച്ച് പറയാം. അപ്പോ നമുക്ക് എന്തിനോടാണോ സ്നേഹം അതിനെക്കുറിച്ച് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. നമ്മളൊരു മജ്ലിസിൽ ഇരുന്നാൽ നമ്മുടെ മനസ്സിൽ ഏറ്റവും കൂടുതൽ ഉള്ള വിഷയം അത് പുറത്തേക്ക് വരും, അതായിരിക്കും നമ്മൾ സംസാരിക്കുക. അപ്പൊ ഒരാൾ എപ്പോഴും നാവ് കൊണ്ട് അള്ളാഹിനെ കുറിച്ചാണ് പറയുന്നതെങ്കിൽ അതിന്റെ അർത്ഥം എന്താണ്? അവൻ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന അള്ളാഹുവിനെയാണ്. അപ്പൊ നാവ് കൊണ്ട് പറഞ്ഞുകൊണ്ടേ ഇരുന്നാൽ ആ ഇഷ്ടം ഉണ്ടാവുകയും ചെയ്യും നിരന്തരം. ചിലപ്പോൾ നമുക്കിപ്പോ ഇങ്ങനെയുള്ളൊരു അവസ്ഥ ഉണ്ടാവുകയില്ല, അള്ളാഹിനോട് അത്ര സ്നേഹം നമ്മുടെ മനസ്സിൽ ഉണ്ടാവില്ല.
പക്ഷെ ആ സ്നേഹത്തിന്റെ അടയാളമായ ദിക്ർ അത് വർദ്ധിപ്പിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? തിരിച്ച് സ്നേഹമുണ്ടാക്കാനും സാധിക്കും എന്നാണ് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് ഇവിടെ പറയുന്നത്. ആ ദിക്ർ എന്ന് പറഞ്ഞാൽ ബിൽ ലിസാനി വൽ ഖൽബി വൽ അമലി വൽ ഹാൽ, 4 കാര്യം കൊണ്ടാണ് ദിക്ർ. നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും നമ്മുടെ അമല് കൊണ്ടും ഹാല് കൊണ്ടും. എന്താണ് നാവ് കൊണ്ടുള്ള ദിക്ർ? നമുക്കൊക്കെ അറിയാം. അഹബ്ബുൽ കലാമി ഇലല്ലാഹി 4 വാക്കുകളാണ് അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടം. സുബ്ഹാനല്ലാഹി വൽഹംദുലില്ലാഹി വലാ ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ. അതുപോലെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അസീം. ഇങ്ങനെ ഫളലുള്ള ധാരാളം ദിക്റുകളുണ്ട്. അതാണ് നാവ് കൊണ്ടുള്ള ദിക്ർ. അത് തന്നെ നമ്മൾ ധാരാളം വർദ്ധിപ്പിക്കണം. അതാണ് തുടക്കം. അല്ലാഹുവിന്റെ ദിക്റിലേക്കുള്ള തുടക്കം നാവ് കൊണ്ടുള്ള ദിക്റാണ്. ചില ആൾക്കാർ എന്ത് ചെയ്യും? മനസ്സറിഞ്ഞിട്ട് വേണം ദിക്ർ ചെല്ലാൻ എന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ ശ്രദ്ധിച്ചിട്ട് എന്ത് ചെയ്യും? നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്റിന് പ്രാധാന്യമില്ല എന്ന് പറഞ്ഞിട്ട് അവസാനം ഒരു ദിക്റും ഉണ്ടാവില്ല. ആൾക്കാരെ നിരുത്സാഹപ്പെടുത്തും. മനസ്സിൽ ബോധമില്ലാതെ ദിക്ർ ചൊല്ലിയിട്ട് എന്താ കാര്യം എന്ന് പറഞ്ഞിട്ട് നാവ് കൊണ്ട് ചെല്ലുന്ന ദിക്റിന്റെ പ്രാധാന്യം കുറച്ച് കാണിക്കും. അവസാനം എന്താ ഉണ്ടാവുക? ഈ കേൾക്കുന്ന ആള് നാവ് കൊണ്ടുള്ള ദിക്റും ഉണ്ടാവില്ല, മനസ്സുകൊണ്ടുള്ള ദിക്റും ഉണ്ടാവില്ല. നേരെ മറിച്ച് എന്താണ് ചെയ്യേണ്ടത്? നമ്മുടെ മനസ്സിന് മനസാന്നിധ്യം ഇല്ലെങ്കിലും ശ്രദ്ധ കിട്ടുന്നില്ലെങ്കിലും ദിക്ർ ചൊല്ലാം. കാരണം കുറെ ദിക്ർ ചൊല്ലിയാൽ എന്തായാലും മനസാന്നിധ്യം കുറച്ചെങ്കിലും ഉണ്ടാകും. തീരെ അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ലാതെ നമുക്ക് ദിക്ർ ചൊല്ലാൻ പറ്റുമോ? ഒരാളൊരു സ്ഥലത്തിരുന്ന് ഒരു 10 മിനിറ്റ് തസ്ബീഹ് ചൊല്ലി, ആ 10 മിനിറ്റ് അയാൾ അള്ളാഹിനെ കുറിച്ച് ഒരു ഓർമ്മ അയാൾക്കില്ല, ഇല്ലാതാവുക എന്നുള്ളത് അത് അസാധ്യമാണ്. കുറച്ചെങ്കിലും നമ്മൾ അതാണ് ഓർക്കും. പിന്നെ പതുക്കെ പതുക്കെ നമ്മുടെ അവസ്ഥയിൽ മാറ്റമുണ്ടാകും, നമ്മുടെ മനസാന്നിധ്യമൊക്കെ വർദ്ധിച്ചു വരും. അതുകൊണ്ട് നാവ് കൊണ്ടുള്ള ദിക്ർ വർദ്ധിപ്പിക്കുക. രണ്ടാമത്തേത്, ഇനി അള്ളാഹിനെ കുറിച്ച് ഓർമ്മയില്ലാതെ, മനസ്സിൽ ഓർമ്മയില്ലാതെ ഒരാൾ നാവ് കൊണ്ട് ദിക്ർ ചൊല്ലിയാലും അതിന് പ്രതിഫലവുമുണ്ട്. രണ്ടാമത്തെ അവസ്ഥ ഖൽബ് കൊണ്ടുള്ള ദിക്ർ. അതാണ് ഏറ്റവും അഫ്ളൽ. നാവ് കൊണ്ടും ഖൽബ് കൊണ്ടും ഒരുമിച്ച് ദിക്ർ ചെയ്യുക. എന്താ ഖൽബ് കൊണ്ടുള്ള ദിക്ർ? അള്ളാഹിനെ ഓർക്കുക. ഈ പറയുന്ന ദിക്റിന്റെ അർത്ഥം മനസ്സിൽ ചിന്തിക്കുക. തസ്ബീഹിന്റെയും ഹംദിന്റെയും ഒക്കെ അർത്ഥം മനസ്സിൽ അറിഞ്ഞുകൊണ്ട് അള്ളാഹുവിനെ ഓർക്കുക. അമല് കൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? അമല് കൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന സ്വാലിഹായ അമലുകളൊക്കെ ഒരു നിലക്ക് അള്ളാഹുവിനോടുള്ള ഒരു ദിക്റാണ്. അള്ളാഹുവിന് ഓർമ്മ വരുന്നതുകൊണ്ടാണ് നമ്മൾ നമസ്കരിക്കുന്നത്. അതുപോലെ ഹറാമുകൾ ഒഴിവാക്കുന്നത് അള്ളാഹുവിനുള്ള ദിക്റാണ്. അള്ളാഹുവിന്റെ മഹത്വം, അള്ളാഹുവിന്റെ ശിക്ഷ അത് ഓർമ്മ വന്നപ്പോഴാണ് നമ്മൾ ഹറാം ഒഴിവാക്കിയത്. ഹാല് കൊണ്ടുള്ള ദിക്ർ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അവസ്ഥ. ഹാൽ എന്ന് പറഞ്ഞ അവസ്ഥ, നമ്മുടെ അവസ്ഥ, നമ്മുടെ വാക്കുകൾ, നമ്മൾ പെരുമാറുന്ന രീതി, ഇതൊക്കെ അള്ളാഹുവിന് ഓർമ്മയുള്ള ഒരാളുടെ രൂപത്തിലായി മാറുക. അള്ളാഹുവിനോടുള്ള ഹയാ, ലജ്ജ, അള്ളാഹു കാണുന്നുണ്ടല്ലോ എന്നുള്ള ചിന്ത, അതാണ് ഒരാളുടെ ഹാല് കൊണ്ടുള്ള ദിക്ർ എന്ന് ഇബ്നുൽ ഖയ്യിം ഇവിടെ പറയുന്നത്. 4ാമത്തെ മാർഗം, ദിക്ർ കഴിഞ്ഞാൽ പിന്നെ അടുത്ത മാർഗം ഈസാറു മഹാബിഹി അലാ മഹാബിക ഇൻദ ഗലബാത്തിൽ ഹവാ. ഹവ നമ്മെ കീഴടക്കുന്ന സമയത്ത്, അല്ലെ, നമുക്ക് ഒരാളോട് ദേഷ്യം വന്നു, അയാളെ കുറിച്ച് സംസാരിക്കണം. അതുപോലെ തന്നെ ഒരാൾ ഇങ്ങോട്ട് ഉപദ്രവിച്ചു, തിരിച്ച് പ്രതികാരം ചെയ്യാൻ തോന്നി, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ശഹ്വത്ത് നമ്മെ പിടികൂടാൻ വന്നു. അങ്ങനെ ഗലബത്തുൽ ഹവ, ഹവ നമ്മെ കീഴടക്കുന്ന സന്ദർഭങ്ങളിൽ നമ്മുടെ ഇഷ്ടങ്ങളെക്കാൾ അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. ഇത് അള്ളാഹ്ക്ക് ഇഷ്ടമല്ല എന്ന് നമുക്ക് ഉറപ്പാണ് ഈ ചെയ്യുന്ന പ്രവൃത്തി. അപ്പൊ എന്റെ ഇഷ്ടം മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തെ ഞാൻ പരിഗണന കൊടുക്കട്ടെ. നമുക്ക് ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയുണ്ട്, അവനെക്കുറിച്ച് ഗീബത്ത് പറയാനാണ് നമുക്ക് തോന്നുന്നത്. അവനെക്കുറിച്ച് എത്ര പറഞ്ഞാലും നമ്മുടെ ദേഷ്യം തീരില്ല. പക്ഷെ നമ്മൾ എന്ത് ചെയ്തു? കഷ്ടപ്പെട്ടുകൊണ്ട് സ്വന്തം നഫ്സിനെ തോൽപ്പിച്ചുകൊണ്ട് അവനെക്കുറിച്ചുള്ള ഒരു ഖൈർ ഒരാളോട് പറഞ്ഞു. അത് പറയാൻ നമുക്ക് വളരെ ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ നമ്മൾ അങ്ങോട്ട് പറഞ്ഞു. അപ്പൊ എന്ത് ചെയ്യും? അള്ളാഹുവിനുള്ള സ്നേഹം നമ്മുടെ മനസ്സിൽ കൂടി വരും. കാരണം അള്ളാഹ്ക്ക് വേണ്ടിയാണ് പറയുന്നത്. നമ്മോട് എല്ലാ കാര്യത്തിലും യോജിപ്പുള്ള നമ്മുടെ സ്വന്തക്കാരനെ ഒരാളെ പുകഴ്ത്താൻ പ്രത്യേകിച്ച് ബുദ്ധിമുട്ടൊന്നുമില്ല. അതിന് നമുക്ക് ഒരു ശ്രമവും ആവശ്യമില്ല. നമുക്ക് പ്രയാസമുള്ള കാര്യങ്ങൾ, അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ, ദീനിൽ ഫസാദ് ഉണ്ടാക്കുന്ന ആളുകളെ കുറിച്ചല്ല ഈ പറയുന്നത്. ബിദ്അത്തിന്റെയും ളലാലത്തിന്റെയും ആളുകൾ, അവരോട് നമുക്ക് ഉറപ്പുണ്ടാവും. അവരെ കുറിച്ച് നല്ലത് പറയാനും പാടില്ല. നേരെ മറിച്ച് നമുക്ക് വ്യക്തിപരമായ ശത്രുതയുണ്ട്, വ്യക്തിപരമായി നമ്മോട് ദ്രോഹം ചെയ്തിട്ടുണ്ട്, അതിന്റെ പേരിൽ ഉള്ള പ്രതികാരങ്ങളൊക്കെ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് മുൻഗണന കൊടുക്കുക. അതുപോലെ ഏത് ഹവയുടെ സന്ദർഭത്തിലായാലും അള്ളാഹുവിന്റെ ഇഷ്ടത്തിന് പ്രാധാന്യം കൊടുക്കുക. 5ാമത്തെ മാർഗം മുതാലഅത്തുൽ ഖൽബി ലി അസ്മാഇഹി വസിഫാതിഹി വമുശാഹദതുഹാ വമഅരിഫതുഹാ. അള്ളാഹുവിന്റെ അസ്മാ വസിഫാത്ത്, അള്ളാഹുവിന്റെ നാമങ്ങളും വിശേഷണങ്ങളും ഖൽബ് കൊണ്ട് നിരീക്ഷിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ പ്രപഞ്ചത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും നമുക്ക് അള്ളാഹുവിന്റെ വിശേഷണങ്ങളുടെ ആധാറുകൾ, അടയാളങ്ങൾ കാണാൻ പറ്റും. ഇപ്പൊ നമ്മളിങ്ങനെ ചുറ്റുപാട് നോക്കുമ്പോൾ കാണുന്ന കാര്യങ്ങളൊക്കെ അള്ളാഹുമായി ബന്ധിപ്പിക്കുക. ഇപ്പൊ ഒരാള് വലിയ മാരകമായ രോഗം വന്ന് ആ രോഗം മാറി എന്ന് നമ്മൾ കേട്ടു. നമ്മളിപ്പോ കേൾക്കാറുണ്ട്. ഇപ്പൊ കൊറോണ വന്നു, എന്നിട്ടത് ഷിഫയായി, വളരെ പ്രയാസകരമായ അവസ്ഥയിലായിരുന്നു, മരണം മുന്നിൽ കണ്ടു, എന്നിട്ട് തിരിച്ചു വന്നു എന്ന് പറഞ്ഞിട്ട് നമ്മൾ കുറെ ആൾക്കാരെ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പൊ എന്താണ് നമ്മൾ ചിന്തിക്കേണ്ടത്? നമ്മളപ്പോൾ അതിന്റെ ഭൗതികമായ അസ്ബാബുകളെ കുറിച്ചും ചികിത്സിച്ച ഡോക്ടറെ കുറിച്ചും, അല്ലെങ്കിൽ ഈ രോഗത്തിന് ഇത്ര പ്രാധാന്യമുള്ളൂ, ഇതിനെക്കുറിച്ച് ഇനി പേടി വേണ്ട, ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യും. പക്ഷെ ആരാണ് ഇവന് ഷിഫ കൊടുത്തത്? വൈദാ മരുൽതു ഫഹുവ യശ്ഫീൻ. രോഗം മാറ്റുക എന്നുള്ള അള്ളാഹുവിന്റെ സിഫത്താണ്.
അപ്പൊ അള്ളാഹുവിന്റെ ഈ സിഫത്തിനെ കുറിച്ച് ചിന്തിക്കുക. റബ്ബ് സുബ്ഹാനഹു വ തആല മരണത്തിന്റെ വായിൽ നിന്ന് ഇവനെ രക്ഷപ്പെടുത്തിയിരിക്കുന്നു. അതുപോലെ തന്നെ എന്ത് കാര്യമായിരുന്നാലും നല്ല ആരോഗ്യം ഉണ്ടായപ്പോൾ അള്ളാഹുവിനെ ധിക്കരിച്ച് തോന്നിയതുപോലെ ജീവിച്ച് ഒരാൾ ഒരു അപകടത്തിൽ മരിച്ചു, പെട്ടെന്നൊരു അപകടത്തിൽ മരിച്ചു, ഒരു ഫാസിഖായി അല്ലെങ്കിൽ ഒരു കാഫിറായി ഫാജിറായി നടക്കുന്ന ഒരാൾ. അപ്പോ അള്ളാഹുവിന്റെ ശിക്ഷയാണ് നമുക്ക് ഉറപ്പിക്കാൻ പറ്റുകയില്ലെങ്കിലും നമുക്ക് പേടിക്കാം, അള്ളാഹുവിന്റെ ശിക്ഷ ആവാൻ സാധ്യതയുണ്ട്. അങ്ങനെ ഓരോ സന്ദർഭങ്ങളിലും അള്ളാഹുവിനെ ഓർക്കുക, അള്ളാഹുവിന്റെ സിഫാത്തുകൾ അതിൽ കാണുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അങ്ങനെയായിരുന്നു. യുദ്ധം കഴിഞ്ഞു നിൽക്കുന്ന സമയത്ത് മരിച്ച ആളുകളുണ്ട്, അതുപോലെ തന്നെ പരസ്പരം കൂട്ടം തെറ്റിപ്പോയ കുടുംബങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ആ കൂട്ടത്തില് ഒരു ഉമ്മ, ശത്രുക്കളായ കാഫിറുകളുടെ ഭാഗത്തുള്ള ഒരു ഉമ്മ അതിന്റെ കുട്ടിയെ അന്വേഷിക്കുന്നുണ്ട്, ചെറിയ മോനെ. അങ്ങനെ കുറെ തെരഞ്ഞിട്ട് അവസാനം ഈ കുട്ടിയെ കിട്ടിയപ്പോ പെട്ടെന്ന് അതിനടുത്ത് മാറോട് ചേർത്ത് കെട്ടിപ്പിടിച്ചു. ഇത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് എന്താണ്? നിങ്ങൾ ആലോചിച്ച് നോക്കുക, യുദ്ധം കഴിഞ്ഞ് നിൽക്കുന്ന സന്ദർഭമാണ്, എന്തൊക്കെ ചിന്തിക്കാനുണ്ടാകും അവിടെ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, ഈ ഉമ്മ കുറെ അന്വേഷിച്ചാണ് കുട്ടിയെ കിട്ടിയത്, കൊല്ലപ്പെട്ടിട്ടുണ്ടോ എന്നറിയില്ല, പരിക്കുണ്ടോ എന്നറിയില്ല. അങ്ങനെ പെട്ടെന്ന് കുട്ടിയെ കിട്ടിയപ്പോ ഉമ്മക്ക് അത്ര സന്തോഷമുണ്ട്. ആ ഉമ്മ ഈ കുട്ടിയെ ഒരു തീ കത്തിച്ചു വെച്ചതിലേക്ക് വലിച്ചെറിയുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? സ്വഹാബത്ത് പറഞ്ഞു, ഒരിക്കലുമില്ല, അങ്ങനെ ഒരിക്കലും ഒരു ഉമ്മ ചെയ്യുകയില്ല. പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളോട് ഈ ഉമ്മാക്ക് ഈ കുട്ടികളോടുള്ളതിനേക്കാൾ കാരുണ്യമുള്ളവനാണ്. അപ്പൊ ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിന്റെ റഹ്മത്ത് എന്ന് പറയുന്ന സിഫത്തിനെ കുറിച്ച് പഠിപ്പിച്ചത്. ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും അള്ളാഹുവിന്റെ അസ്മാ വ സിഫാത്തിനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുക, അത് കണ്ടെത്തിക്കൊണ്ടിരിക്കുക, അതാണ് അഞ്ചാമത്തെ കാര്യം. അപ്പൊ അള്ളാഹുവിനുള്ള സ്നേഹം നമുക്ക് കൂടും. ഇതൊന്നും ചിലപ്പോൾ നമ്മൾ ജീവിതത്തിൽ ഒരിക്കൽ പോലും ചെയ്തിട്ടുണ്ടാവില്ല. നമുക്ക് എന്തെങ്കിലും ഒരു അനുഗ്രഹം കിട്ടി, ഇത് അള്ളാഹുവിന്റെ റഹ്മത്താണ്. അതുപോലെ തന്നെ എന്തെങ്കിലും ഒരു പ്രയാസം ഉണ്ടായാൽ, ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമായി അള്ളാഹ് തന്ന ശിക്ഷയാണ്. അങ്ങനെ എല്ലാ കാര്യവും അള്ളാഹുവിനോട് ബന്ധിപ്പിച്ച് ചിന്തിക്കുക. സലഫുകൾ പറയുന്നതായിട്ട് കാണാം, ഞാൻ ചെയ്ത തെറ്റിന്റെ അടയാളം എന്റെ ഭാര്യയുടെ സ്വഭാവത്തിൽ, അതുപോലെ വീട്ടുകാരുടെ സ്വഭാവത്തിൽ, എന്റെ വേലക്കാരന്റെ സ്വഭാവത്തിൽ, എന്റെ വീട്ടിലെ എലിയുടെ പെരുമാറ്റത്തിൽ പോലും ഞാൻ കാണാറുണ്ട്. എന്ന് പറഞ്ഞാൽ ഞാനൊരു തെറ്റ് ചെയ്ത ദിവസം എലികൾ കൂടുതൽ ഒച്ചയും ബഹളമൊക്കെ ഉണ്ടാക്കും, വീട്ടിൽ കൂടുതൽ ശല്യം ഉണ്ടാക്കും. അപ്പൊ ഒരു എലി അനങ്ങുന്നത് കാണുമ്പോ നമ്മളെന്താ ചിന്തിക്കുക? പക്ഷേ മുൻഗാമികൾ ചിന്തിച്ചിരുന്നത് ഇത് ഞാൻ ചെയ്ത തെറ്റിന്റെ ഫലമാണ്. തെറ്റിന്റെ ഫലം എന്ന് പറഞ്ഞാൽ തെറ്റിന്റെ ഫലമായി അള്ളാഹു തആല ചെയ്യുന്ന ഒരു ഉണർത്തലാണ്, ഒരു ശിക്ഷയായിരിക്കാം, അല്ലെങ്കിൽ ഒരു ബല ആയിരിക്കാം. ഇങ്ങനെയായിരുന്നു അവർ ചിന്തിക്കാറുണ്ടായിരുന്നത്. ആറാമത്തെ മാർഗം മുശാഹദത്തു ബിർരിഹി വ ഇഹ്സാനിഹി വ ആലാഇഹി, അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളെ കുറിച്ച് ചിന്തിക്കുക. ഇഹ്സാൻ, അള്ളാഹു നമുക്ക് ചെയ്തു തന്ന അനുഗ്രഹങ്ങൾ എത്രയാണ്, അള്ളാഹു നമുക്ക് ചെയ്തു തന്നിട്ടുള്ള അനുഗ്രഹങ്ങൾ, അത് നമ്മെ ഓർമ്മിപ്പിക്കാൻ പറ്റുന്ന രീതിയിലാണ് അള്ളാഹു അനുഗ്രഹങ്ങൾ ചെയ്യുന്നത്. ഇപ്പൊ മഴ പെയ്യുന്നത് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. വേനൽക്കാലമായിട്ട് കുറച്ച് പ്രയാസം ഉണ്ടാകും, എന്നിട്ടാ മഴ പെയ്യുക. ആ മഴ പെയ്ത് മഴക്കാലത്ത് പെയ്ത മഴയുടെ വെള്ളം തീരുന്നതിന് മുമ്പ് അടുത്ത മഴ പെയ്യിപ്പിക്കാൻ അള്ളാഹ് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ആ മഴ കൊണ്ട് കിട്ടിയ വെള്ളമൊക്കെ തീർന്ന് വറ്റി വരണ്ട് കുറച്ച് ദിവസമെങ്കിലും നമ്മൾ ആ വരൾച്ച അനുഭവിച്ചിട്ടാണ് പിന്നെ മഴ പെയ്യുന്നത്. അപ്പൊ അള്ളാഹുവിന്റെ അനുഗ്രഹം നമ്മൾ തിരിച്ചറിയാൻ വേണ്ടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിലേക്ക് നോക്കിയാൽ വഫി അൻഫുസിക്കും, നിങ്ങളുടെ സ്വന്തം ശരീരത്തിലുണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ. അഫലാ തുബ്സിറൂൻ, നിങ്ങൾ കാണുന്നില്ലേ എന്ന് അള്ളാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചിട്ടുണ്ട്. നമ്മുടെ ഓരോ അവയവങ്ങളും, നമ്മുടെ കണ്ണ്, അതുപോലെ തന്നെ ഹൃദയം, ഓരോ അവയവങ്ങളും അള്ളാഹുവിന്റെ അനുഗ്രഹങ്ങളാണ്. ഒരാൾ ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട് കുറച്ചു മുമ്പ്, ഡോക്ടറായിട്ട് കുറെ കാലം ജോലി ചെയ്ത ഒരാള്, വേദന എന്ന് പറയുന്ന അനുഗ്രഹം എന്ന് പറഞ്ഞിട്ട്. വേദന എന്നുള്ളത് അള്ളാഹു തആല നൽകുന്ന വലിയൊരു അനുഗ്രഹമാണ്. വേദന പോലും ഒരു അനുഗ്രഹമാണ്. കാരണം എന്താ, നമുക്ക് മാരകമായ രോഗമുണ്ടായാൽ നമ്മൾ അറിയുന്നത് എങ്ങനെയാണ്? ചെറിയൊരു വേദനയിലൂടെയാണ് അറിയുന്നത്. ഈ ഡോക്ടർ പുസ്തകം എഴുതാൻ കാരണം അയാൾ കുഷ്ഠരോഗികളെ സേവനം ചെയ്ത് കുറെ കാലം ജോലി ചെയ്തിട്ടുണ്ട്. അവർക്ക് വേദന അറിയില്ല, അതുകൊണ്ട് വളരെ വലിയ ബുദ്ധിമുട്ട് അവർക്കുണ്ടാകും. ചിലപ്പോൾ ചൂടുള്ള എന്തെങ്കിലും വസ്തുവിലൊക്കെ കൈയൊക്കെ മുക്കി വെക്കും, കാലൊക്കെ ചിലപ്പോൾ ചൂടുവെള്ളത്തിൽ മുക്കിയിട്ടുണ്ടെങ്കിൽ ആ ചൂട് പാകാണെന്നൊന്നും അവർക്കറിയില്ല. അങ്ങനെ ഈ കാല് പഴുത്ത് അത് മുറിവായിട്ടും അവർക്കറിയില്ല എന്താണ് സംഭവിക്കുന്നത്. അങ്ങനെ കണ്ണുകൊണ്ട് കണ്ടാൽ മാത്രമേ അറിയുള്ളൂ ഇവിടെ കരിഞ്ഞു പോയിട്ടുണ്ടെന്ന്. ആലോചിച്ച് നോക്കൂ. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആലയുടെ ഇഹ്സാൻ, അവന്റെ ബിർറ് എന്ന് പറയുന്നത് നമുക്കത് സങ്കല്പിക്കാൻ പോലും സാധിക്കാത്തതാണ്. ഓരോരുത്തർക്കും അവനവന്റെ ചെറിയ ചെറിയ അനുഭവങ്ങളിലൂടെ ചിലത് മനസ്സിലാകും. പക്ഷെ ചിന്തിക്കുകയാണെങ്കിൽ അറ്റമില്ലാത്ത കാര്യമാണ്. അങ്ങനെ ചിന്തിച്ചാൽ അള്ളാഹുവിനുള്ള ഹുബ്ബ് നമുക്ക് വർദ്ധിക്കും. ഏഴാമത്തെ മാർഗം, ഇബ്നുൽ ഖയ്യിം ഈ മാർഗത്തിനെ കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം ആദ്യമേ പറയുകയാണ്, വഹുവ മിൻ അഅ്ജബിഹ, അതാണ് ഏറ്റവും അത്ഭുതകരമായ മാർഗം. എന്താണത്? ഇൻകിസാറുൽ ഖൽബി ബികുല്ലിയതിഹി ബൈന യദൈല്ലാഹി തആല, അള്ളാഹുവിന്റെ മുമ്പിൽ ഹൃദയം തകരുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദുആ ചെയ്യുന്ന സമയത്ത് കരഞ്ഞുകൊണ്ട് വളരെ താഴ്മയോടെ ദുആ ചെയ്യുക. അത് അള്ളാഹുവിനുള്ള സ്നേഹം വർദ്ധിപ്പിക്കും. ഇപ്പൊ നമ്മൾ മനുഷ്യന്മാരോട് തന്നെ ഒരാളോട് നമ്മളൊരു വിഷമം പറഞ്ഞാൽ, നമ്മൾ കാര്യമായിട്ട് മനസ്സിൽ തട്ടിയിട്ട് നമുക്കുണ്ടായൊരു വിഷമം, ദുഃഖം ഒരാളോട് നമ്മൾ പങ്കുവച്ചു, അപ്പൊ നമുക്ക് അറിയാതെ കരച്ചിൽ വന്നുപോയി.
നമ്മളും ഇയാൾ തമ്മിൽ പിന്നെ വലിയൊരു ബന്ധമായിരിക്കും, അടുപ്പമായിരിക്കും, അല്ലെ? അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് നമ്മൾ കരഞ്ഞ് മനസ്സിൽ തട്ടി നമ്മളെ പ്രാർത്ഥന അള്ളാഹു കേൾക്കുന്നുണ്ട് എന്നുള്ള ബോധത്തോടു കൂടി ദുആ ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ബന്ധവും സ്നേഹം അള്ളാഹിനോട് ഉണ്ടാവും. പക്ഷെ നമ്മൾ സാധാരണ ദുആ ചെയ്യുക എങ്ങനെയാണ്? കേട്ടാ കേട്ടു, പിന്നെ ഇതൊരു കടമയാണ്, ദുആ ചെയ്താൽ അതിന്റെ ഉത്തരം കിട്ടും, ആ ഉത്തരത്തിനെ കുറിച്ചൊക്കെ നമ്മൾ ചിന്തിക്കും, ഈ പ്രശ്നം മാറി പരിഹാരം കിട്ടണം, അതിനെക്കുറിച്ച് ചിന്തിക്കും. പക്ഷെ ഇത് അള്ളാഹു ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന കാര്യം നമ്മൾ ചിന്തിക്കണമെന്നില്ല, അത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം. അങ്ങനെ താഴ്മയോടുകൂടി അള്ളാഹുവിന് മുമ്പിൽ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുക. വലൈസ ഫി തഅബീരി അൻ ഹാദൽ മഅന, എന്നിട്ട് ഇബ്നുൽ ഖയ്യിം പറയാൻ, ഈ വിഷയം വിശദീകരിക്കാൻ നമ്മുടെ അടുത്ത് എന്ത് മാത്രമേ ഉള്ളൂ? ഗൈറുൽ അസ്മാഇ വൽ ഇബാറാത്ത്, വാക്കുകൾ മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ഇത് പൂർണ്ണമായി നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ സാധിക്കുകയില്ല. അത് അനുഭവിച്ചതിനെ അറിയണം. അള്ളാഹുവിന്റെ മുമ്പിൽ മനസ്സ് തകർന്നുകൊണ്ട് താഴ്മ പ്രകടിപ്പിച്ചുകൊണ്ട് കണ്ണീരോടുകൂടി ദുആ ചെയ്യുക എന്നുള്ള കാര്യം. എട്ടാമത്തെ മാർഗം അൽ ഖൽവതു ബിഹി, അള്ളാഹുവുമായി ഒഴിഞ്ഞിരിക്കുക. എന്താ അള്ളാഹുമായി ഒഴിഞ്ഞിരിക്കുക എന്ന് പറഞ്ഞാൽ? നമ്മളും അള്ളാഹു മാത്രം അറിയുന്ന അവസ്ഥയിൽ നമ്മൾ ഇരിക്കുക, ആരും അറിയാത്ത സാഹചര്യത്തിൽ ഒഴിഞ്ഞിരിക്കുക. എപ്പോഴാണ്? വഖ്തൻ നുസൂലിൽ ഇലാഹി, അള്ളാഹുവിന്റെ നുസൂല് നടക്കുന്ന സമയത്ത്, അള്ളാഹുവിന്റെ ഇറക്കം. അള്ളാഹു സുബ്ഹാനഹു വ തആല രാത്രിയുടെ അവസാനത്തെ 1/3 ബാക്കിയുള്ള സമയത്ത് 1-ാം ആകാശത്തേക്ക് ഇറങ്ങി വരുമെന്നാണ് അഹ്ലുസുന്നത്തിന്റെ അഖീദ. അതെങ്ങനെയാണ് നമ്മൾ ചിന്തിക്കാൻ പാടില്ല. അള്ളാഹു ഇറങ്ങുമെന്ന് പറഞ്ഞാൽ ഇറങ്ങും, അതെങ്ങനെയെന്ന് അവൻ നമുക്ക് അറിയിച്ചു തന്നിട്ടില്ല. അപ്പൊ അള്ളാഹു ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങിയിട്ട് എന്താണ് അള്ളാഹു സുബ്ഹാനഹു വ തആല ചെയ്യുന്നത്? അള്ളാഹു ചോദിക്കും, ഹൽ മിൻ ദാഇൻ ഫഉജീബഹു ഹൽ മിൻ സായിലിൻ ഫഉതിയഹു ഹൽ മിൻ മുസ്തഗ്ഫിരിൻ ഫഅഗ്ഫിറ ലഹു. ആരെങ്കിലും ഇസ്തിഗ്ഫാർ ചെയ്യുന്നുണ്ടോ, ഞാൻ പുറത്തു കൊടുക്കാം. ആരെങ്കിലും പ്രാർത്ഥിക്കുന്നുണ്ടോ, ഞാൻ ഉത്തരം ചെയ്യാം എന്ന് അള്ളാഹു തആല പറയും. ആ സമയത്ത് എഴുന്നേറ്റ് ഇരിക്കുക. എന്തിനു വേണ്ടിയാണ്? ലി മുനാജാതിഹി, അള്ളാഹുവിനോടുള്ള രഹസ്യ സംഭാഷണത്തിന് വേണ്ടി, അഥവാ നമസ്കാരം. വ തിലാവത്തി കലാമിഹി, അവന്റെ കലാം പാരായണം ചെയ്യാൻ വേണ്ടി, ഖുർആൻ ഓതാൻ വേണ്ടി. വൽ വുഖൂഫി ബിൽ ഖൽബി വത്തഅദ്ദുബി ബിഅദബിൽ ഉബൂദിയ്യതി ബൈന യദൈഹി, അവന്റെ മുമ്പിൽ അടിമയെപ്പോലെ ഇരിക്കാൻ വേണ്ടി. ആ സമയത്ത് വിനയത്തോടെ ദിക്റും അതുപോലെ തന്നെ ദുആയും നമസ്കാരവും ഖുർആൻ പാരായണവും ഒക്കെ ആയിട്ട് ഒരടിമയെപ്പോലെ താഴ്മയോടെ അള്ളാഹുവിന്റെ മുമ്പിൽ ഇരിക്കാൻ വേണ്ടി. എന്നിട്ട് എന്ത് ചെയ്യണം? സുമ്മ ഖത്മി ദാലിക ബിൽ ഇസ്തിഗ്ഫാരി വത്തൗബ, അത് അവസാനിപ്പിക്കേണ്ടത് ഉജ്ബോട് കൂടിയല്ല, ഞാൻ ഇന്ന് രാത്രി എഴുന്നേറ്റു വലിയ ആളായി എന്ന് വിചാരിച്ചുകൊണ്ടല്ല, ബിൽ ഇസ്തിഗ്ഫാരി വത്തൗബ, തൗബയും ഇസ്തിഗ്ഫാറും ചെയ്തുകൊണ്ടാണ് അത് അവസാനിപ്പിക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. സഹർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫജ്റിന്റെ തൊട്ട് മുമ്പുള്ള സമയം. അപ്പൊ ഖിയാമുൽ ലൈലും തഹജ്ജുദൊക്കെ അവസാനിപ്പിക്കേണ്ടത് ഇസ്തിഗ്ഫാർ നടത്തിക്കൊണ്ടാണ്. കാരണം എന്താണ്? നമ്മൾ എത്ര ഇബാദത്ത് ചെയ്താലും അള്ളാഹുവിനുള്ള ഹക്ക് തീരാൻ പോകുന്നില്ല. എത്ര നമ്മൾ അള്ളാഹുവിന് ഇഷ്ടമുള്ള കാര്യങ്ങൾ എത്ര കണ്ടു ചെയ്താലും, എത്ര തഹജ്ജുദ് നമസ്കരിച്ചാലും, നമ്മൾ ആയുസ് മുഴുവൻ നമസ്കാരത്തിൽ കഴിച്ചുകൂട്ടിയാലും അള്ളാഹു ചെയ്ത ഒരു ചെറിയ അനുഗ്രഹത്തിന് പോലും അത് പകരമാവുകയില്ല. അതുകൊണ്ട് അങ്ങനെ ഇസ്തിഗ്ഫാറുമായിട്ട് ആ കൂടിക്കാഴ്ച അവസാനിപ്പിക്കുക. ഇതാണ് എട്ടാമത്തെ മാർഗം. 9ാമത്തേത് മുജാലസത്തുൽ മുഹിബ്ബീൻ അസ്സാദിഖീൻ, അള്ളാഹുവിനോട് ഹുബ്ബുള്ള, ആ ഹുബ്ബിൽ സിദ്ഖുള്ള ആത്മാർത്ഥമായ സ്നേഹം അള്ളാഹുവിനോടുള്ള ആളുകളുടെ കൂടെ ഇരിക്കുക. അത് വലിയൊരു മാർഗമാണ്. കാരണം പണ്ഡിതന്മാർ പറയുന്നതുപോലെ അസ്സാഹിബു സാഹിബ്, സുഹൃത്ത് വലിച്ചു കൊണ്ടുപോകുന്നവനാണ്. നമ്മൾ ആരുടെ കൂടെയാണ് ഇരിക്കുന്നത് അവന്റെ സ്വഭാവം നമുക്ക് പകരും എന്നത് സംശയമില്ല. അതുപോലെ ചില പണ്ഡിതന്മാർ പറയും അത്വബ്ഉ സറാഖുൻ, മനുഷ്യന്റെ പ്രകൃതം ഒരു മോഷ്ടാവാണ്, കള്ളനാണ്. നമ്മുടെ സ്വഭാവം എന്ന് പറയുന്നത് കള്ളനാണ്. എന്ന് പറഞ്ഞാൽ എന്താ? അത് മോഷ്ടിക്കും. അടുത്തിരിക്കുന്ന ആരാണ് അവന്റെ സ്വഭാവം ഇങ്ങോട്ട് മോഷ്ടിക്കും. അതാണ് മനുഷ്യന്റെ സ്വഭാവം. അപ്പൊ ആരുടെ കൂടെയാണോ നമ്മൾ ഇരിക്കുന്നത് അവന്റെ സ്വഭാവം നമുക്ക് പകരും എന്നതിൽ യാതൊരു സംശയവുമില്ല. മൃഗങ്ങളുടെ സ്വഭാവം പോലും മനുഷ്യന് പകരും. അതുകൊണ്ടാണ് വിശ്വാസം പറഞ്ഞത് അൽ ഫഖ്റു വൽ ഖുയലാഉ ഫി അഹ്ലിൽ ഇബിൽ, ഒട്ടകത്തെ നോക്കി നടക്കുന്ന ആളുകൾക്ക് അഹങ്കാരവും പൊങ്ങച്ചൊക്കെ ഉണ്ടാകും. വൽ വഖാറു വസ്സകീനത്തു ഫി അഹ്ലിൽ ഗനം, ആടിനെ വെച്ച് നടക്കുന്നവർക്ക് ശാന്തതയുണ്ടാകും. കാരണം ഒട്ടകത്തെ അപേക്ഷിച്ച് ദുർബലനായ ജീവിയാണ് ആടെന്ന് പറയുന്നത്. അപ്പൊ ഒരു മൃഗത്തിന്റെ കൂടെ നടന്നാൽ പോലും അതിന്റെ സ്വഭാവം നമുക്ക് പകരുമെങ്കിൽ മനുഷ്യന്റെ കൂടെ നടന്നാൽ എന്തായാലും അത് പകരും. അൽ മർഉ അലാ ദീനി ഖലീലിഹി, ഒരു മനുഷ്യൻ തന്റെ സുഹൃത്തിന്റെ ദീനിലായിരിക്കും. സുഹൃത്തിന്റെ ദീൻ എന്ന് പറഞ്ഞാൽ അവൻ മുസ്ലിമാണെങ്കിൽ നമ്മളും മുസ്ലിമായിരിക്കും, അവൻ കാഫിറാണെങ്കിൽ നമ്മളും കുഫറിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട്. അവൻ മുസ്ലിങ്ങളുടെ കൂട്ടത്തിൽ തന്നെ ഫാസിഖാണെങ്കിൽ നമ്മളും ഒരു ഫാസിഖാവാൻ സാധ്യതയുണ്ട്. ഈ പറഞ്ഞതുപോലെ ഒരു സ്വാദിഖാണെങ്കിൽ, അള്ളാഹുവിനോട് ആത്മാർത്ഥമായ സിദ്ഖും ഹുബ്ബുമൊക്കെ ഉള്ള ആളാണെങ്കിൽ അവന്റെ സ്വഭാവം നമുക്കും പകരും. വൽതിഖാതു അത്വായിബി സമറാത്തി കലാമിഹിം, അവരുടെ സംസാരത്തിന്റെ പഴങ്ങൾ പെറുക്കിയെടുക്കുക എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹിനോട് ആത്മാർത്ഥമായ സ്നേഹമുള്ള ആളുകൾ അള്ളാഹിനെ കുറിച്ചാണ് സംസാരിക്കുക. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നമ്മൾ ചിലപ്പോൾ വർഷത്തിൽ ഒരിക്കലൊക്കെ കാണാറുണ്ട്, എവിടെയെങ്കിലുമൊക്കെ യാത്ര പോകുമ്പോഴൊക്കെ കാണും. ചില ആളുകൾ ഈമാന്റെ മാധുര്യം അനുഭവിച്ചിട്ടുള്ള ആളുകൾ, അവരുടെ വായിൽ നിന്ന് അള്ളാഹിനെ കുറിച്ചേ സംസാരം പുറത്തേക്ക് വരികയുള്ളൂ. അങ്ങനെയുള്ള സാലിഹ്യങ്ങളായ ആളുകളെ കണ്ടുകിട്ടിയാൽ അവരോട് സഹവസിക്കുക. വലാ തതകല്ലം ഇല്ലാ ഇദാ തറജ്ജഹത് മസ്ലഹത്തുൽ കലാം, ഇനി അവരുടെ അടുത്ത് ഇരിക്കുമ്പോൾ
അങ്ങനെയുള്ള സാലിഹായ ഒരാളെ കിട്ടിയാൽ അവരോട് സംസാരിക്കുകയും ചെയ്യരുത്. കാരണം സംസാരിച്ച് എന്ത് ചെയ്യും? ഇങ്ങോട്ട് കിട്ടാനുള്ളതിന്റെ അളവ് കുറയും. അപ്പൊ മസ്ലഹത്ത് ഉണ്ടെങ്കിൽ മാത്രം സംസാരിക്കും. അതിന് ഏറ്റവും വലിയ മാതൃകയാണ് സഹാബത്ത്. സഹാബത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അനാവശ്യമായ ചോദ്യങ്ങൾ ചോദിക്കാറില്ല. കാരണം എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങോട്ട് പറയാനുള്ളത് അവർ കാത്തിരിക്കുകയാണ്. നമ്മൾ ഹദീസ് ജിബ്രീൽ വായിച്ചിരുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ട് മടങ്ങിപ്പോയി. അപ്പൊ അപരിചിതനായ ഒരു മനുഷ്യനാണ് വന്നത്. ആർക്കും പരിചയമില്ലാത്ത ഒരാൾ വന്നിട്ട് കുറച്ച് ചോദ്യങ്ങൾ ചോദിച്ച് മടങ്ങിപ്പോയി. എന്നിട്ട് ദിവസങ്ങൾ കഴിഞ്ഞിട്ട് ഉമർ റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, അതദ്രി മനിസ്സായിൽ, ആ ചോദ്യമായി വന്ന ആൾ ആരാണെന്ന് എനിക്കറിയാമോ? ഉമർ റളിയല്ലാഹു അൻഹു അങ്ങോട്ട് ചോദിച്ചിട്ടില്ല. അപ്പോ അത് ജിബ്രീലാണെന്ന് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. അങ്ങനെ സ്വാദിഖ്യങ്ങളായ ആളുകളോട് സഹവസിക്കുക, അവരോട് അനാവശ്യമായി സംസാരിക്കാതിരിക്കുക. അൽ ആശിർ, 10ാമത്തെ മാർഗം, മുബാഅദതു കുല്ലി സബബിൻ യഹൂലു ബൈനൽ ഖൽബി വബൈന അല്ലാഹി അസ്സ വജൽ. അല്ലാഹുവും നമ്മുടെ ഖൽബുമായിട്ട് മറയിടുന്ന കാര്യങ്ങൾ, കാരണങ്ങൾ, സബബുകളെയൊക്കെ ഉപേക്ഷിക്കുക. അതിന് കാരണമാകുന്നത് എന്താണെങ്കിലും, അത് ചിലപ്പോൾ ചില വസ്തുക്കളായിരിക്കും, ചിലപ്പോൾ ചില നാടുകളായിരിക്കും, ചിലപ്പോൾ ചില വ്യക്തികളായിരിക്കും, അതിനൊക്കെ ഉപേക്ഷിക്കുക. ചില ചിന്തകളായിരിക്കും, അതൊക്കെ ഉപേക്ഷിക്കുക. ചിലപ്പോൾ നമ്മൾ ജീവിക്കുന്ന നാട് നമ്മളും അള്ളാഹുവും തമ്മിലുള്ള ബന്ധത്തിന് ചേരാത്ത നാടായിരിക്കും. അതുകൊണ്ടാണ് 100 ആളെ കൊന്ന മനുഷ്യനോട് ആ ആലിമ പറഞ്ഞു കൊടുത്തത്, നീ ജീവിക്കുന്ന നാട് ശരിയല്ല, അതുകൊണ്ട് ഇന്ന നാട്ടിലേക്ക് പോവുക, അവിടെ സ്വാലിഹ്യങ്ങളായ ആളുകളുണ്ട്, അവിടെ ജീവിക്കുക എന്ന് പറഞ്ഞു. അങ്ങോട്ട് പോകുന്ന വഴിയിൽ അയാൾ മരണപ്പെടുകയും അയാൾ സ്വർഗത്തിലെത്തുകയും ചെയ്ത കഥ നമുക്കറിയാം. ആ നാട്ടിലെത്തിയില്ല. അപ്പോഴത്തേക്ക് അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വർഗം നൽകി ആദരിച്ചു. അതുപോലെ തന്നെ ചിലപ്പോൾ ചില സുഹൃത്തുക്കളായിരിക്കും, അവരുടെ കൂടെ ഇരുന്നാൽ നമ്മൾ ഗീബത്തേ പറയുകയുള്ളൂ. അവരുടെ കൂടെ ഇരുന്നിട്ട് ഗീബത്ത് പറയാത്തൊരു അനുഭവം പോലും നമുക്ക് ഉണ്ടാവുകയില്ല. അങ്ങനെയാണെങ്കിൽ അവർ ഒഴിവാക്കുക. അള്ളാഹുവിന് വേണ്ടി അവരെ ഹജ്ർ ചെയ്യുക, അവരൊഴിവാക്കുക. അതുപോലെ ചിലപ്പോൾ ചില വസ്തുക്കളായിരിക്കും, നമ്മുടെ മൊബൈൽ ഫോൺ, അതായിരിക്കും നമ്മുടെ എല്ലാ തെറ്റുകൾക്കും കാരണമാകുന്നത്. അത് അള്ളാഹുവിന് വേണ്ടി ഒഴിവാക്കുക, നമുക്കത് നിയന്ത്രിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ. ഇങ്ങനെ നമ്മുടെ ഖൽബിന്റെ അവസ്ഥയെക്കുറിച്ച് ചിന്തിക്കുക. അതും അള്ളാഹുവും തമ്മിലുള്ള ബന്ധം, ആ സ്നേഹബന്ധം, അതിന് തടസ്സമുണ്ടാക്കുന്ന കാര്യങ്ങൾ ഉപേക്ഷിക്കുക. എന്നിട്ട് ഇബ്നുൽ ഖയ്യിം റഹിമഹുല്ലാഹ് അവസാനിപ്പിച്ചുകൊണ്ട് പറയുന്നു, ഫമിൻ ഹാദിഹിൽ അസ്ബാബിൽ അശറ, ഈ 10 സബബുകളിലൂടെയാണ് വസലൽ മുഹിബ്ബൂൻ ഇലാ മനാസിലിൽ മഹബ്ബ, സ്നേഹം എന്ന് പറയുന്ന വലിയ മൻസിലത്ത്, വലിയ സ്ഥാനത്തേക്ക് അള്ളാഹുവിനോട് സ്നേഹമുള്ള ഈ മനുഷ്യരൊക്കെ എത്തിപ്പെട്ടത്. വദഖലു അലൽ ഹബീബ്, അവർ തങ്ങളുടെ പ്രിയങ്കരനായ സ്നേഹഭാജനമായ അള്ളാഹു തആല അവന്റെ അടുത്തേക്ക് അവർ പ്രവേശിച്ചത്. ആലങ്കാരികമായി പറയുന്നതാണ്. അള്ളാഹുവിന്റെ അടുക്കലേക്ക് പ്രവേശിച്ചു എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ തൃപ്തിയിലായിക്കൊണ്ട് അവർ ജീവിച്ചത് ഈ മാർഗങ്ങളിലൂടെയാണ്. വമലാഖു ദാലിക കുല്ലിഹി അംറാൻ, ഇതൊക്കെ ചുരുക്കി പറയണമെന്നുണ്ടെങ്കിൽ 2 കാര്യങ്ങൾ പറയാം. ഇസ്തിഅദാദുർ റൂഹി ലിഹാദ ശഅൻ, നമ്മുടെ റൂഹ്, ആത്മാവ് ഇതിനു വേണ്ടി ഒരുങ്ങണം. എന്ന് പറഞ്ഞാൽ അള്ളാഹുവിനുള്ള സ്നേഹം എന്റെ മനസ്സിൽ ഉണ്ടാക്കണം എന്നുള്ള തീരുമാനം നമ്മൾ എടുക്കണം. വൻ ഫിതാഹു ഐനിൽ ബസീറ, ബസീറത്തിന്റെ കണ്ണ് തുറക്കണം. കാരണം നമ്മുടെ ശരീരത്തിലെ കണ്ണ് കൊണ്ട് നോക്കിയാൽ പോരാ, ഓരോ കാര്യങ്ങളും നമ്മുടെ ഖൽബിലുള്ള ബസീറത്തിന്റെ ഉൾക്കാഴ്ചയുടെ കണ്ണുകൊണ്ട് നോക്കണം. അല്ലെ, നമ്മളൊരാളെ നോക്കുമ്പോ അയാൾ വലൈക്കും അസ്സലാം നല്ല ആരോഗ്യമുള്ള, നല്ല ഭംഗിയുള്ള, ചിലപ്പോൾ ദീനിന്റെ ഷിആറുകളൊക്കെയുള്ള വ്യക്തിയായിരിക്കും. പക്ഷെ നമ്മുടെ ബസീറത്ത് കൊണ്ട് ചിന്തിച്ചാൽ, എൽമിന്റെ അടിസ്ഥാനത്തിൽ ചിന്തിച്ചാൽ, ഇവന്റെ അടുത്ത് ഇരിക്കുന്നത് നമുക്ക് അപകടം ഉണ്ടാക്കുന്നുണ്ടാകും. അപ്പോ അവിടെ നിന്ന് അകന്നു നിൽക്കണം. ഇങ്ങനെ ബസീറത്തിന്റെ അടിസ്ഥാനത്തിൽ ജീവിക്കുക. ഇതാണ് അള്ളാഹുവിന്റെ സ്നേഹം നമ്മുടെ ഖൽബിൽ ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ. അള്ളാഹു നമുക്ക് തൗഫീഖ് ചെയ്യട്ടെ. ഇനി നമ്മൾ പറഞ്ഞു, അള്ളാഹുവിനുള്ള സ്നേഹം കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും ഉത്തമമായ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹമാണ്. അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക. ഹദീസിൽ കാണാം, മൻ അഹബ്ബ ലില്ലാഹി വഅബ്ഗദ ലില്ലാഹി വഅഅത ലില്ലാഹി വമനഅ ലില്ലാഹി, ആരാണോ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചത്, അവന് വേണ്ടി വെറുത്തത്, അവന് വേണ്ടി കൊടുത്തത്, അവന് വേണ്ടി തടഞ്ഞത്, ഫഖദ് ഇസ്തക്മലൽ ഈമാൻ, അവന്റെ ഈമാൻ പൂർത്തിയായിരിക്കുന്നു. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം എന്ന് പറയുന്നത് വലിയൊരു സ്ഥാനമാണ്. ഒരു ഹദീസിൽ കാണാം, ഖുദ്സിയായ ഹദീസ്, അള്ളാഹു തആല പറയുന്നു, വജബത് മഹബ്ബതി, എന്റെ സ്നേഹം നിർബന്ധമായിരിക്കുന്നു, ലിൽ മുതഹാബ്ബീന ഫിയ വൽ മുതജാലിസീന ഫിയ വൽ മുതജാവിരീന ഫിയ ഔ കമാ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം. അള്ളാഹു തആല പറയുകയാണ്, എന്റെ സ്നേഹം നിർബന്ധമാണ് എന്ന് പറഞ്ഞാൽ ഞാൻ നിർബന്ധമായി സ്നേഹിക്കും ആരെ? എനിക്ക് വേണ്ടി പരസ്പരം സ്നേഹിക്കുകയും പരസ്പരം സന്ദർശിക്കുകയും പരസ്പരം കൂടിയിരിക്കുകയും ചെയ്യുന്ന ആളുകളെ. ഇത് നമുക്ക് ഹദീസ് കേട്ടാൽ പിന്നെ എന്താ പറയാ, നമ്മൾ നിരന്തരം കേട്ടത് കൊണ്ടായിരിക്കാം ചിലപ്പോ നമ്മുടെ മനസ്സിൽ മാറ്റമില്ലാത്തത്. യഥാർത്ഥത്തിൽ ഇതിന്റെ ആശയം നമ്മൾ ചിന്തിച്ചിരുന്നെങ്കിൽ, ആഴത്തിൽ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ വലിയ ഒരു മഹത്വമാണ്, ഒരു ഫضലാണ് ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അള്ളാഹു നമ്മെ നിർബന്ധമായി സ്നേഹിക്കും. അള്ളാഹു സ്നേഹിച്ചാലുള്ള ഗുണം എന്താണ്? നമ്മുടെ ദുനിയാവും ആഖിറത്തും രക്ഷപ്പെട്ടു. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ കാര്യങ്ങളൊക്കെ ഏറ്റെടുക്കും. അതിന് വേണ്ടത് എന്താണ്? അവന്റെ പേരിൽ പരസ്പരം സ്നേഹിക്കുക. ആഖിറത്തിൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവരുടെ സ്ഥാനം എന്തായിരിക്കും, ദർജ എന്തായിരിക്കും? ഒരു ഹദീസിൽ കാണാം, ഷെയ്ഖ് അൽബാനി റഹിമഹുല്ലാഹ് ഹസനാക്കിയുള്ള ഹദീസാണ്. അതിന്റെ ഒരു റിവായത്തിൽ ഇങ്ങനെ കാണാം, അൽ മുതഹാബ്ബൂന ഫില്ലാഹി അലാ മനാബിറ മിൻ നൂരിൻ,
അള്ളാഹുവിന് വേണ്ടി സ്നേഹിച്ചവർ ഖിയാമത്ത് നാളിൽ വെളിച്ചം കൊണ്ട് പ്രകാശം കൊണ്ടുണ്ടാക്കിയ മിമ്പറുകളിലായിരിക്കും ഇരിക്കുന്നത്. അവർക്ക് പ്രത്യേകം ഇരിപ്പിടം ഉണ്ടാക്കിയിട്ടുണ്ടാകും, നൂറ് കൊണ്ട്, വെളിച്ചം കൊണ്ട്. യഗ്ബിതുഹുമുൻ നബിയ്യൂന വശുഹദാ, നബിമാരും ശുഹദാക്കളും ഇവരോട് അസൂയപ്പെടും. അത്ര വലിയ സ്ഥാനമായിരിക്കും ഇവർക്ക് പരലോകത്ത് ലഭിക്കുക. മുമ്പ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഇമാം ഷൗക്കാനി റഹിമഹുല്ലാഹ് പറഞ്ഞത്, ഈ ഹദീസിന്റെ ആശയത്തെക്കുറിച്ച് ചിന്തിച്ചിട്ട് എനിക്ക് ഉറക്കം കിട്ടിയില്ല. ഒരു ദിവസം ഞാൻ കുറെ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. എങ്ങനെയാണ് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്ന ഖൽബ് കൊണ്ടുള്ള ഒരു അമലാണ്, അധ്വാനമില്ലാത്തൊരു പ്രവൃത്തിയാണ്. അതിന് ഇത്ര വലിയ പ്രതിഫലം, അമ്പിയാക്കളും ശുഹദാക്കളും വരെ അവരോട് അസൂയപ്പെടുക എന്ന് പറഞ്ഞാൽ ഇത്രയും വലിയ പ്രതിഫലം എങ്ങനെയാണ് ലഭിക്കുന്നത് എന്ന് ഞാൻ കുറെ ആലോചിച്ചു. എന്നിട്ട് ഷൗക്കാനി റഹിമഹുല്ലാഹ് പറയുകയാണ്, അങ്ങനെ ആലോചിച്ചപ്പോൾ എനിക്ക് മനസ്സിലായി, ഫൽമഹബ്ബത്തു ഫില്ലാഹി അൻദറു മിനൽ കിബ്രീത്തുൽ അഹ്മർ. കിബ്രീത്തുൽ അഹ്മർ എന്ന് പറഞ്ഞാൽ എന്തോ ഒരു വളരെ അപൂർവമായി കാണുന്ന ഒരു വസ്തുവാണ്. കിബ്രീത്ത് എന്നുള്ളതിന്റെ അർത്ഥം നോക്കിയിട്ട് ഫോസ്ഫറസ് എന്നാണ് കാണുന്നത്, ചുവപ്പ് കളറിലുള്ള ഫോസ്ഫറസ്. അള്ളാഹു അതിന്റെ യഥാർത്ഥ ഉദ്ദേശം എന്താണ്? എന്തായാലും വളരെ അപൂർവമായി മാത്രം കിട്ടുന്ന ഒരു വസ്തുവാണ്. അതിനേക്കാൾ അപൂർവമാണ് അള്ളാഹുവിന്റെ പേരിലുള്ള സ്നേഹം എന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. എന്നിട്ട് അദ്ദേഹം പറയുന്നു, കാരണം മനുഷ്യരെ സ്നേഹിക്കുന്നത് മറ്റെന്തെങ്കിലും കാര്യങ്ങൾക്കായിരിക്കും. ഇപ്പൊ ഉപ്പ മക്കളെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന് വേണ്ടിയല്ല, മക്കളുടെ ബിറ് അവരിങ്ങോട്ട് നന്മ ചെയ്യാൻ വേണ്ടി. അതുപോലെ ഭാര്യ ഭർത്താവിനെ സ്നേഹിക്കുന്നു, അള്ളാഹുവിന് വേണ്ടിയല്ല. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം അത്രയും അപൂർവമാണ് എന്ന് എനിക്ക് മനസ്സിലായി. മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട്, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ ഒരു അടയാളമാണ് മിസ്കീന്മാരെ സ്നേഹിക്കുക എന്നുള്ളത്. കാരണം മിസ്കീനായ ഒരാളുടെ അടുത്ത് നിന്ന് നമുക്ക് വേറൊന്നും കിട്ടാനില്ല. അപ്പൊ നമ്മുടെ സ്നേഹം അള്ളാഹുവിന് വേണ്ടിയാണോ എന്ന് അളക്കാനുള്ള ഒരു മാർഗമാണ്, ഒരു ലക്ഷണമാണ് മിസ്കീന്മാരായ നല്ല മനുഷ്യന്മാരോട് സ്നേഹം ഉണ്ടാവുക എന്നുള്ളത്. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം വലിയ ഫضലുള്ള, വലിയ സ്ഥാനമുള്ള ഒരു വിശേഷണമാണ്, ഒരു മുസ്ലിമിന് ഉണ്ടായിരിക്കേണ്ട വിശേഷണമാണ്. ഇതാണ് ഈ അള്ളാഹുവിനോടുള്ള സ്നേഹവും അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹവുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി ഈ ബാബില് ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുല്ലാഹ് കൊടുത്തുള്ള ഹദീസുകൾ നമുക്ക് വായിക്കാം. عن أنس رضي الله عنه أن رسول الله صلى الله عليه وسلم قال لا يؤمن أحدكم حتى أكون أحب إليه من ولده ووالده والناس أجمعين. നിങ്ങൾ മുഅ്മിനാവുകയില്ല ഏതുവരെ? എന്നെ അവൻ സ്നേഹിക്കുന്നത് വരെ. എന്തിനേക്കാൾ സ്നേഹിക്കണം? അവന്റെ മക്കളെക്കാൾ, മിൻ വലദിഹി വവാലിദിഹി, സ്വന്തം പിതാവിനേക്കാൾ, വന്നാസി അജ്മഈൻ, ജനങ്ങളെ എല്ലാവരെക്കാളും അധികം എന്നെ സ്നേഹിക്കുന്നത് വരെ. അപ്പൊ ഒരു കാര്യം ചെയ്യാതെ അവൻ മുഅ്മിനാവുകയില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? അതിന്റെ അർത്ഥം അവൻ കാഫിറായി എന്നല്ല, നേരെ മറിച്ച് ഈമാന്റെ പൂർണ്ണത അവന് ലഭിക്കുകയില്ല. ഈമാനിന്റെ പൂർണ്ണത രണ്ടു വിധത്തിലുണ്ട്. ഒന്ന് കമാലുൻ വാജിബുണ്ട്, കമാലുൻ മുസ്തഹബുണ്ട്, നിർബന്ധമായ പൂർണ്ണതയുണ്ട്. അല്ല, ചില ആൾക്കാർ ഈ ഹദീസ് കേൾക്കുമ്പോൾ വിചാരിക്കും ഈമാന്റെ പൂർണ്ണത എന്നും നമുക്ക് എത്താൻ പറ്റുന്നതല്ല. പക്ഷെ ഈമാന്റെ നിർബന്ധമായ പൂർണ്ണതയാണ്, കമാലുൻ വാജിബാണ് ഇവിടെ പറയുന്നത്. കുറ്റക്കാരാവും ഈ പറഞ്ഞ ഗുണം നമുക്കില്ലെങ്കിൽ. മറ്റെല്ലാ വസ്തുക്കളെക്കാളും കൂടുതൽ സ്നേഹം അള്ളാഹു കഴിഞ്ഞാൽ പിന്നെ അള്ളാഹുവിന്റെ റസൂലിനോടാവണം, അല്ലെങ്കിൽ നമ്മൾ കുറ്റക്കാരാണ്. അതൊരു തെറ്റാണ്. അപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്നേഹത്തിന്റെ പ്രാധാന്യം ഈ ഹദീസ് മനസ്സിലാക്കാം. എന്തുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഈ ഹദീസ് കൊടുത്തത്? അള്ളാഹുവിനോടുള്ള സ്നേഹത്തെക്കുറിച്ചാണല്ലോ ഈ അധ്യായം. കിതാബിന്റെ പേര് കിതാബ് തൗഹീദ് ആണല്ലോ. അള്ളാഹുവിനോട് ചെയ്യേണ്ട കാര്യങ്ങൾ, ഇബാദത്തുകളെ കുറിച്ചാണ് കിതാബിൽ പറയുന്നത്. അപ്പൊ റസൂലിനോടുള്ള സ്നേഹത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞത് എന്തുകൊണ്ടാണ്? റസൂലിനെ സ്നേഹിക്കുന്നത് അള്ളാഹ്ക്ക് വേണ്ടിയാണ്. നമ്മൾ പറഞ്ഞു അള്ളാഹു പ്രതിഫലം നൽകുന്ന സ്നേഹം രണ്ടു വിധത്തിലുണ്ടോ? അള്ളാഹുവിനോടുള്ള സ്നേഹം, രണ്ട് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹം. അപ്പൊ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിൽ ഏറ്റവും ഉത്തമമായതാണ് അവന്റെ റസൂലിനോടുള്ള സ്നേഹം. ഇത് ഒരു മുഅ്മിന്റെ അനിവാര്യമായ ഗുണമാണ്. നമ്മുടെ മനസ്സിൽ ഇതിൽ കുറവുണ്ടാകും. എന്തുകൊണ്ടാണ് കുറവ്? റസൂലിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നില്ല, പഠിക്കുന്നില്ല, റസൂലിന്റെ സീറ നമ്മൾ പഠിക്കുന്നില്ല. റസൂലിന്റെ ചരിത്രം ശ്രദ്ധിച്ച് വായിച്ച് പഠിച്ചാൽ നമ്മൾ സ്നേഹിച്ചു പോകും. ആലോചിച്ച് നോക്കൂ, നമുക്ക് ഒരാവശ്യമുണ്ടായി, എന്തെങ്കിലും ഒരു ആവശ്യത്തിന് വേണ്ടി നമ്മൾ ഒരാളെ പറഞ്ഞയച്ചു. പോകുന്ന വഴിയിൽ അയാൾ വീണ് ചെറിയ അപകടം പറ്റി, വാഹനത്തിൽ പോവായിരുന്നു, ഒരു ആക്സിഡന്റ് പെട്ടു, അയാൾക്ക് എന്തെങ്കിലും പരിക്ക് പറ്റി. നമ്മൾ അയാൾ എത്രമാത്രം സ്നേഹിക്കും? നമ്മളെ സഹായിക്കാൻ വേണ്ടി പോയതാണ്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്കൊക്കെ ഈ ദീൻ എത്താൻ വേണ്ടി ജിഹാദ് ചെയ്തു. അദ്ദേഹത്തിന് പരിക്ക് പറ്റിയിട്ടുണ്ട്. അതുപോലെ തന്നെ അതിന്റെ പേരിൽ അദ്ദേഹത്തിനോടുള്ള വെറുപ്പ് കാരണം ഒരു യഹൂദി വിഷം കൊടുത്തിട്ടുണ്ട്, അതിന്റെ പ്രയാസം അനുഭവിച്ചിട്ടുണ്ട്, സിഹർ ചെയ്തിട്ടുണ്ട്. എന്തിനാ അതൊക്കെ ചെയ്തത്? അത് ഈ ദീൻ കൊണ്ടുവന്നതിന്റെ പേരിലാണ്. അല്ലെങ്കിൽ എല്ലാവർക്കും ഇഷ്ടമുള്ള ആളായിരുന്നു. ഒരുപാട് പീഡനങ്ങൾ സഹിച്ചിട്ടുണ്ട്. ഇതൊക്കെ ആർക്ക് വേണ്ടിയാണ്? നമുക്ക് വേണ്ടി കൂടിയാണ്. ഈ ദീൻ ഇങ്ങോട്ട് എത്താൻ വേണ്ടിയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും എല്ലാ ത്യാഗങ്ങളും സഹിച്ചത്. അപ്പൊ നമുക്ക് ഏറ്റവും ഹുബ്ബുണ്ടാവേണ്ടത് മനുഷ്യരുടെ കൂട്ടത്തിൽ അല്ലാഹുവിന്റെ റസൂലിനോടാണ്. വലഹുമ, ബുഖാരി മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. അൻഹു, അനസ് റളിയല്ലാഹു അൻഹു നിന്ന് തന്നെ ഉദ്ധരിക്കുകയാണ്, ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തലാസ മൻ കുന്ന ഫീഹി വജദ ഹലാവത്തൽ ഈമാൻ.
3 സ്വഭാവങ്ങളുള്ള ഒരു വ്യക്തി ഈമാന്റെ ഹലാവത്ത് മാധുര്യം അനുഭവിക്കും. ഈമാന്റെ മാധുര്യം എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ അഖീദ, അഹ്ലുസുന്നത്തിന്റെ അഖീദ എന്ന് പറയുന്നത് ഈമാനിന്റെ ഭാഗമാണ്. മനസ്സിലുള്ള വിശ്വാസവും നാവ് കൊണ്ടുള്ള പ്രവൃത്തികളും ശരീരം കൊണ്ടുള്ള അമലുകളും ഒക്കെ ഈമാന്റെ ഭാഗമാണ്. അപ്പോൾ ഈ ദീനിയായ ഏതൊരു പ്രവൃത്തി നമ്മൾ ചെയ്യുമ്പോഴും അതിനൊരു മധുരം നമ്മൾ അനുഭവിക്കും, ഒരു ആസ്വാദ്യത നമുക്ക് അനുഭവപ്പെടും. വെറുതെ കടമ കഴിക്കുകയല്ല, ഒരു ഇഷ്ടം നമുക്ക് തോന്നും. നമ്മൾ ഖുർആൻ ഓതുകയാണെങ്കിലും നമസ്കരിക്കുകയാണെങ്കിലും മടുപ്പ് വരികയില്ല, ഒരു ഹലാവത്ത് മധുരം നമ്മൾ അനുഭവിക്കും. അതെപ്പോഴാണ് അനുഭവിക്കുക? 3 ഗുണങ്ങൾ ഉണ്ടാകണം. ഒന്നാമത്തേത് അൻ യകൂന അല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമ, അല്ലാഹുവും അവന്റെ റസൂലുമായിരിക്കണം മറ്റെല്ലാത്തിനേക്കാളും പ്രിയങ്കരമായിട്ടുള്ളത്. അല്ലാഹുവിനേക്കാളും റസൂലിനേക്കാളും ഇഷ്ടമുള്ള ഒന്നും നമുക്കുണ്ടാകാൻ പാടില്ല. അതെങ്ങനെ നമുക്കറിയാൻ പറ്റുക നമുക്ക് അല്ലാഹു റസൂലാണോ കൂടുതൽ പ്രിയപ്പെട്ടതെന്ന്? നമ്മുടെ അമലുകളിലേക്ക് നോക്കിയാൽ മതി. നമ്മൾ ഹറാമാണ് കൂടുതൽ ചെയ്യുന്നതെങ്കിൽ അള്ളാഹുവിനെയും റസൂലിനേക്കാളും നമുക്ക് ഇതിനിഷ്ടമുള്ളത് കൊണ്ടാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും കൽപ്പനകളെക്കാൾ നമുക്ക് ഈ ചെയ്യുന്ന ഹറാമിനെ ഇഷ്ടമുള്ളത് കൊണ്ടാണ് ഹറാം ചെയ്യുന്നത്. അള്ളാഹുവിനേക്കാൾ ഇഷ്ടമുണ്ടെന്ന് പറയാൻ പറ്റില്ല. നേരെ മറിച്ച് അള്ളാഹുവിന്റെ ആ കൽപ്പന അത് ചെയ്യുന്നതിനേക്കാൾ നമുക്കിഷ്ടം ഈ ഹറാം ചെയ്യാനായിപ്പോയി. അതുകൊണ്ടാണ് മാസിയത്ത് നമ്മൾ ചെയ്തത്. രണ്ടാമത്തേത് വഅൻ യുഹിബ്ബൽ മർഅ, ഒരു മനുഷ്യൻ മറ്റൊരാളെ സ്നേഹിക്കുന്നു, ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, അള്ളാഹുവിന് വേണ്ടിയാണ് സ്നേഹിക്കുന്നത്. അപ്പൊ രണ്ടാമത്തെ മാർഗം, അള്ളാഹു ഈമാനിന്റെ മധുരം അനുഭവിക്കാനുള്ള മാർഗം അള്ളാഹുവിന് വേണ്ടി പരസ്പരം സ്നേഹിക്കുക എന്നുള്ളതാണ്. നേരത്തെ നമ്മൾ പറഞ്ഞു അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുന്നതിന്റെ ഫضل, അത് അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുക എന്ന് പറയുന്നതിന്റെ മറ്റൊരു ഫضലാണ് ഈമാനിന്റെ മധുരം അനുഭവിക്കാൻ സാധിക്കുക എന്നുള്ളത്. മൂന്നാമത്തേത് വഅൻ യക്റഹ അൻ യഊദ ഫിൽ കുഫ്രി ബഅദ ഇദ് അൻഖദഹു അല്ലാഹു മിൻഹു കമാ യക്റഹു അൻ യുഖ്ദഫ ഫിന്നാർ, കുഫ്റിൽ നിന്ന് അള്ളാഹു മോചിപ്പിച്ചതിന് ശേഷം അതിലേക്ക് മടങ്ങുന്നത് തീയിലേക്ക് വലിച്ചെറിയുന്നത് പോലെ അവൻ വെറുക്കുക എന്നുള്ളതാണ്. അതായത് ഒരാൾ കാഫിറായിരുന്നു, അള്ളാഹുവിന് ഹിദായത്ത് കൊടുത്ത് മുസ്ലിമാക്കി. അപ്പൊ മുസ്ലിം ആയതിനു ശേഷം ഇനി കുഫറിലേക്ക് മടങ്ങിപ്പോവുക എന്നുള്ളത് അവന് തീയിലിടുന്നത് പോലെ അവൻ വെറുക്കുന്നു. അതുപോലെ തന്നെ നമ്മളെല്ലാവരും അള്ളാഹു ഹിദായത്ത് നൽകിയവരാണ്, നമ്മളെല്ലാവരും അള്ളാഹുവിന് അനുഗ്രഹം കൊണ്ട് മുസ്ലിമായവരാണ്. മുർത്തദ്ദാവുക, ഇസ്ലാമിൽ നിന്ന് പുറത്താവുക എന്നുള്ളത് തീയിലേക്ക് എറിയുന്നതിനേക്കാൾ നമ്മൾ വെറുക്കേണ്ടതുണ്ട്. ഇതാണ് മൂന്നാമത്തെ മാർഗം. അപ്പൊ ഈ 3 സ്വഭാവങ്ങൾ നമ്മുടെ മനസ്സിലുണ്ടോ? അള്ളാഹുവിനോടും റസൂലിനോടും അങ്ങേയറ്റത്തെ സ്നേഹം, അള്ളാഹുവിന് വേണ്ടി മറ്റുള്ളവരോട് സ്നേഹം, അവരുടെ വലിപ്പചെറുപ്പം നോക്കിയിട്ടല്ല, അവരുടെ സ്ഥാനം നോക്കിയിട്ടല്ല, അവരുടെ ഭംഗി നോക്കിയിട്ടല്ല. എത്രത്തോളം എന്ന് വെച്ചാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് ലാ യസീദു ബിൽ ബിർരി വലാ യൻഖുസു ബിൽ ജഫാ, അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ അലാമത്താണ്, അടയാളമാണ്. അത് ഇങ്ങോട്ട് ഉപകാരം ചെയ്തുകൊണ്ട് കൂടുകയില്ല, ഇങ്ങോട്ട് ഉപദ്രവം ചെയ്തുകൊണ്ട് കുറയുകയുമില്ല. അതാണ് അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിന്റെ തെളിവ്, അടയാളം. ഞാൻ ഒരാളെ സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണോ എന്ന് അറിയാനുള്ള ഒരു മാർഗം അതാണ്. അവൻ ഇങ്ങോട്ട് കുറെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി, ഇഷ്ടത്തിന്റെ പേരിൽ ഹദിയകൾ തരാൻ തുടങ്ങി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ കുറെ യാത്ര ചെയ്യുന്നുണ്ട്, പല ഉപകാരങ്ങൾ ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് അവനോടുള്ള സ്നേഹം കൂടുന്നില്ല. വലാ യൻഖുസു ബിൽ ജഫാ, അവൻ നമ്മളെ അകറ്റാൻ തുടങ്ങി. കുറച്ചു കഴിഞ്ഞപ്പോ പഴയ പോലെ ബന്ധമില്ല, അവൻ തരുന്ന സഹായങ്ങളും ഉപകാരങ്ങളും ഒക്കെ കുറഞ്ഞുപോയി. ലാ യൻഖുസ്, അതുകൊണ്ട് കുറയുമില്ല. കാരണം സ്നേഹിച്ചത് അള്ളാഹുവിന് വേണ്ടിയാണ്, അവന് ദീനുണ്ട്, അവൻ അള്ളാഹുവിനെ സ്നേഹിക്കുന്നുണ്ട്, അവന്റെ ഇബാദത്തുകളിൽ അവൻ മുന്നിലാണ്, അതിന്റെ പേരിലാണ് സ്നേഹിച്ചത്. അപ്പൊ ബാക്കിയുള്ളതൊക്കെ അതിനപേക്ഷിച്ച് എത്രയോ നിസ്സാരമായ കാര്യങ്ങളാണ്. അപ്പോൾ ഇങ്ങനെയുള്ള സ്നേഹം, മൂന്നാമത്തെ മാർഗം ഷിർക്കിലേക്കും കുഫറിലേക്കും മടങ്ങുന്നത് അത് തീയിലേക്ക് വലിച്ചെറിയുന്നതിനേക്കാൾ ഗൗരവമായി കാണുക. ചില ആളുകൾ ഹിദായത്തിനെ വളരെ നിസ്സാരമായിട്ടാണ് എടുക്കുന്നത്. മക്കളെയൊക്കെ ഷിർക്കിന്റെയും കുഫറിന്റെയും ആളുകൾക്ക് വിവാഹം കഴിപ്പിച്ചു കൊടുക്കും. കാരണം ഇവൻ തൗഹീദ് കിട്ടിയതിന് അവൻ അള്ളാഹുവിന്റെ നന്ദിയില്ല, അതിനവൻ വലിയ കാര്യമായി കാണുന്നില്ല. തന്റെ മക്കള് ആ കുഫറിലേക്ക് പോയാലും അവർക്ക് വിഷമമില്ല. അതുപോലെ തന്നെ പെൺകുട്ടികളാണെങ്കിലും ഒരു വിവാഹാലോചന വന്നു, അത് ഒരു കുഫറിന്റെ ആശയങ്ങളുള്ള ഒരാളാണ്, ഷിർക്ക് ചെയ്യുന്ന ഒരാളാണ്, അതിലവർക്ക് കുഴപ്പമില്ല, അവന്റെ മറ്റു കാര്യങ്ങളാണ് നോക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അവർ ഈ വിശേഷണത്തിന് അർഹരല്ല. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല അവൻ ഒരാൾക്ക് ഈമാനിന്റെ മധുരം നുകരാനുള്ള ഭാഗ്യം നൽകുന്നത് ഈ 3 കാരണങ്ങൾ കൊണ്ടാണ്. വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാൽ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, മൻ അഹബ്ബ ഫില്ലാഹി വഅബ്ഗള ഫില്ലാഹി, ആരാണോ അല്ലാഹുവിന് വേണ്ടി സ്നേഹിച്ചത് അല്ലാഹുവിന് വേണ്ടി വെറുക്കുകയും ചെയ്തത്, അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അല്ലാഹുവിന് വേണ്ടി വെറുപ്പ് എന്ന് പറയുന്നൊരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇഷ്ടപ്പെടാത്ത പ്രവൃത്തികൾ, ഇഷ്ടപ്പെടാത്ത വ്യക്തികൾ, ഇഷ്ടപ്പെടാത്ത നാട്, അവൻ ഇഷ്ടപ്പെടാത്ത എന്തൊക്കെയുണ്ടോ അത് നമ്മളും വെറുക്കണം. അത് ഒരാൾക്ക് അല്ലാഹുവിനോട് സ്നേഹമുണ്ട് എന്നതിന്റെ അടയാളമാണ്. വവാല ഫില്ലാഹി വആദ ഫില്ലാഹി, അല്ലാഹുവിന് വേണ്ടി വലാ കാണിച്ചു, ആത്മാർത്ഥമായ ബന്ധം പുലർത്തി. വആദ ഫില്ലാഹി, അല്ലാഹുവിന്റെ പേരിൽ ബന്ധം മുറിച്ചു, ബന്ധം മുറിക്കേണ്ടവരോട് മുറിച്ചു. ഫഇന്നമാ തുനാലു വലായത്തുല്ലാഹി ബിദാലിക, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ വലായത്ത് കിട്ടുക. വലായത്ത് എന്ന് പറഞ്ഞാൽ
സുഹൃത്ത് ബന്ധം എന്നൊക്കെയാണ് അർത്ഥം. അള്ളാഹുവിന്റെ വലിയായി മാറുന്നത് ഇതിലൂടെയാണ്. അള്ളാഹു ഒരാളെ അവന്റെ വലിയാക്കി ഉയർത്തുക ഈ വഴിയിലൂടെയാണ്. വലയജിദ അബ്ദുൻ തഅമൽ ഈമാൻ, ഒരു അടിമക്ക് ഈമാനിന്റെ മധുരം രുചി അറിയാൻ സാധിക്കുകയില്ല. വഇൻ കസറത് സ്വലാത്തുഹു വസൗമുഹു, അവന്റെ നോമ്പ് നിസ്കാരം എത്ര വർദ്ധിച്ചാൽ പോലും, ഒരുപാട് ശാരീരികമായി ഇബാദത്തുകൾ അമലുകൾ ചെയ്യുന്നുണ്ട്, എന്നാൽ പോലും അവൻ ഈമാനിന്റെ മധുരം അറിയുകയില്ല. ഹത്താ യകൂന കദാലിക്, അങ്ങനെയാകുന്നത് വരെ. അങ്ങനെയെന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടി സ്നേഹിക്കുകയും വെറുക്കുകയും ചെയ്യുന്നത് വരെ. വഖദ് സാറത് ആമ്മതു മുആഖാത്തിൻ നാസ്, പക്ഷേ വളരെ വിഷമകരം എന്ന് പറയട്ടെ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, ജനങ്ങളുടെ മുആഖാത്ത്, പരസ്പര സാഹോദര്യവും അധികവും ഇന്ന് ആയിത്തീർന്നിട്ടുണ്ട്. എങ്ങനെ ആയിത്തീർന്നിട്ടുണ്ട്? അല അംരി ദുനിയ, ദുനിയാവിന്റെ പേരിൽ. അധികവും ബന്ധങ്ങൾ ദുനിയാവിന്റെ പേരിലാണ്. ദീന് ഉണ്ടെങ്കിലും ദുനിയാവിന്റെ എന്തെങ്കിലും ഒരു പൊതുവായ താല്പര്യം കൂടി ഉണ്ടെങ്കിലായിരിക്കും ആ ബന്ധം ഉറക്കുള്ളൂ. അങ്ങനെ ആയിത്തീർന്നിരിക്കുന്നു ജനങ്ങൾ. വദാലിക ലാ യുജ്ദി അലാ അഹ്ലിഹി ഷൈഅ, അവരൊരു കാര്യം മനസ്സിലാക്കണം, അതുകൊണ്ട് അവർക്കൊരു ഉപകാരവും കിട്ടാൻ പോകുന്നില്ല ദുനിയാവിന് വേണ്ടിയുള്ള സ്നേഹം കൊണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഈ വാക്ക് ഏത് കാലത്താണ് പറയുന്നത്? താബിഈങ്ങളുടെ കാലത്താണ്, അല്ലെ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു സഹാബിയാണ്. ഇന്നത്തെ അവസ്ഥ എന്താണ്? അപ്പോ നമ്മുടെ ബന്ധങ്ങൾ അള്ളാഹുവിന് വേണ്ടിയായിരിക്കണം. ഖാല ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഫി ഖൗലിഹി, അടുത്തതായി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ ഒരു അസറാണ് കൊടുത്തിട്ടുള്ളത്. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ് എന്നുള്ള ഖുർആനിലെ വാചകം. സൂറത്തുൽ ബഖറയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ് മുശ്രിക്കീങ്ങളെ കുറിച്ച്, വഇത്തബറഅ അല്ലദീന ഇത്തുബിഉ മിനല്ലദീന ഇത്തബഉ, ശിർക്കിന്റെയും കുഫറിന്റെയും ബാത്തിലിന്റെയും നേതാക്കന്മാർ പരലോകത്ത് വെച്ച് അനുയായികളിൽ നിന്ന് ബന്ധം മുറിക്കും. അവർ പറയും, ഇവരുമായി ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറഞ്ഞ് ഒഴിവാകും എന്ന് പറഞ്ഞ്, അങ്ങനെ ഈ അണികൾ, അനുയായികൾ നരകം മുന്നിൽ കാണും. വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ആ സമയത്ത് അവർക്കിടയിലുള്ള അസ്ബാബുകൾ മുറിഞ്ഞു പോകും എന്ന ആയത്ത് വിശദീകരിച്ചുകൊണ്ട് ഈ അസ്ബാബ് എന്നതിന്റെ അർത്ഥം എന്താണ്? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഖാല അൽ മവദ്ദ, അവർക്കിടയിൽ ഉണ്ടായിരുന്ന സ്നേഹം എന്നാണ് അതിന്റെ ഉദ്ദേശമെന്ന് അദ്ദേഹം പറഞ്ഞു. എന്ന് പറഞ്ഞാൽ എന്താണ്? ദുനിയാവില് നേതാക്കന്മാരും അനുയായികളൊക്കെ തമ്മിൽ ഭയങ്കര സ്നേഹം ഉണ്ടാകും. ഓരോ പാർട്ടിക്കാരും അതുപോലെ തന്നെ ശിർക്കിന്റെയും കുഫറിന്റെയും മതങ്ങളുടെയും പ്രസ്ഥാനങ്ങളുടെയും ഒക്കെ നേതാക്കന്മാര് അണികളെ വളരെ സ്നേഹത്തോടെ ആയിരിക്കും നയിക്കുന്നത്. അണികൾക്ക് നേതാക്കന്മാരുടെ സ്നേഹം ഉണ്ടാകും, നേതാക്കന്മാർക്ക് അണികളോട് സ്നേഹം ഉണ്ടാകും. പക്ഷേ ഈ സ്നേഹമൊക്കെ പരലോകത്തെത്തുമ്പോൾ എന്ത് ചെയ്യും? വതഖത്തഅത് ബിഹിമുൽ അസ്ബാബ്, ആ സ്നേഹമൊക്കെ അവിടെ മുറിഞ്ഞു പോകും. എന്തുകൊണ്ടാണ് ഈ അധ്യായത്തിൽ ഈ അസർ കൊടുത്തിട്ടുള്ളത്? വിഷയമായിട്ടുള്ള ബന്ധം എന്താണ്? അള്ളാഹുവിനുള്ള സ്നേഹത്തെക്കുറിച്ചാണല്ലോ ഈ അധ്യായം. വിഷയമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന് വേണ്ടിയുള്ള സ്നേഹത്തിനെ നിലനിൽപ്പുള്ളൂ. അള്ളാഹുവിന് വേണ്ടി അല്ലാതെയുള്ള സ്നേഹം അത് ആഖിറത്തിൽ ശത്രുതയായി മാറും, അവർ പരസ്പരം ശത്രുക്കളായി മാറും എന്ന് അറിയിക്കാൻ വേണ്ടി. അള്ളാഹുവിനുള്ള സ്നേഹത്തിന്റെ ഒരു മഹത്വമാണ്, അത് എന്നെന്നും നിലനിൽക്കുന്നതാണ് എന്ന കാര്യം അതാണ് ഈ അസറിൽ നിന്ന് മനസ്സിലാക്കാവുന്നത്. അടുത്ത ബാബ്, ബാബ് ഖൗലില്ലാഹി തആല ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു, തീർച്ചയായും ശൈത്താനാകുന്നു തന്റെ ഔലിയാക്കളെ കുറിച്ച് പേടിയുണ്ടാക്കുന്നത്. ഫലാ തഖാഫൂഹും വഖാഫൂൻ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ മുഅ്മിനീങ്ങളാണെങ്കിൽ അവരെ പേടിക്കരുത്, എന്നെയാണ് പേടിക്കേണ്ടത്. ഇതിന് എന്ത് മനസ്സിലാക്കാം? അള്ളാഹുവിനോടുള്ള ഖൗഫിനെ കുറിച്ചാണ് ഈ അധ്യായം. അള്ളാഹുവിനോടുള്ള പേടി, ഖൗഫ് എന്ന് പറയുന്നത് അത് ഒരു ഇബാദത്താണ്. എന്തുകൊണ്ടാണ്? ഇവിടെ അള്ളാഹു സുബ്ഹാനഹു വ തആല വഖാഫൂനി, നിങ്ങൾ എന്നെ പേടിക്കണം, അവരെ പേടിക്കരുത്, എന്നെ പേടിക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഒരു കാര്യം അള്ളാഹു ചെയ്യാൻ കൽപ്പിച്ചാൽ അതെന്തായിരിക്കും? അത് ഇബാദത്തായിരിക്കും. ഒരു കാര്യം ചെയ്യാൻ അള്ളാഹു കൽപ്പിച്ചാൽ അത് ഇബാദത്താണ്. ഈ ആയത്ത് ഇറങ്ങാനുള്ള സാഹചര്യമുണ്ട്. സബബുൻ നുസൂൽ എന്താണ്? ഉഹദ് യുദ്ധം കഴിഞ്ഞ് മുസ്ലിമീങ്ങൾക്ക് വലിയ നാശനഷ്ടങ്ങളുണ്ടായി. നമുക്കറിയാം, നിരവധി സഹാബത്ത് ഷഹീദായി റളിയല്ലാഹു അൻഹും. അങ്ങനെ മക്ക മുശ്രിക്കുകൾ അവരെന്ത് ചെയ്തു? യുദ്ധം കഴിഞ്ഞ് മക്കയിലേക്ക് മടങ്ങിയതിനു ശേഷം മക്കയിൽ അവർ ഒരുമിച്ച് കൂടി. എന്നിട്ട് അവർ തീരുമാനിച്ചു, ഏതായാലും മുസ്ലിമീങ്ങൾ യുദ്ധത്തിൽ പരാജയപ്പെട്ട് പരിക്ക് പറ്റി കുറെ ആളുകൾ മരണപ്പെട്ടൊക്കെ നിൽക്കുകയാണ്. അപ്പൊ ഒന്നുകൂടി പോയിട്ട് എന്ത് ചെയ്യാം? ബാക്കിയുള്ളവരെ കൂടി നശിപ്പിക്കാം, പിന്നെ അവരെ കൊണ്ടൊരു ശല്യവും ഉണ്ടാവില്ല എന്ന് തീരുമാനിച്ച് വീണ്ടും യുദ്ധത്തിന് പുറപ്പെടാൻ തീരുമാനിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് ഈ കാര്യം അറിയിച്ചു, അവരവിടുന്ന് പുറപ്പെടുന്നുണ്ട്. അങ്ങനെ യുദ്ധത്തിൽ പരിക്ക് പറ്റിയ ആളുകളെയുമായി സഹാബത്തിനെയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ മുശ്രിക്കുകളെ നേരിടാൻ പുറപ്പെട്ടു. മദീനത്തേക്ക് അവർ വരുന്നത് കാത്തു നിൽക്കാതെ വഴിയിൽ വെച്ച് തന്നെ അവരെ നേരിടാൻ വേണ്ടി നബിയും ഈ പരിക്ക് പറ്റിയ സഹാബത്തും പുറപ്പെട്ടു. അങ്ങനെ ഹംറാ ഉൽ അസദ് എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് അവർ ഒരുമിച്ചുകൂടി. മുശ്രിക്കുകൾ എന്ത് ചെയ്തു? പേടിച്ച് മടങ്ങി. ഇവരുടെ ധൈര്യം കണ്ടിട്ട് പേടിച്ച് തിരിച്ചുപോയി. ഇതാണ് സംഭവം. ആ സമയത്താണ് അല്ലാഹു തആല ആയത്ത് ഇറക്കുന്നത്, ഇന്നമാ ദാലികുമുശ് ശൈത്വാനു യുഖവ്വിഫു ഔലിയാഅഹു, ശൈത്താനാണ് അവന്റെ ശത്രുക്കളെ കുറിച്ചുള്ള പേടി ഉണ്ടാക്കുന്നത്. എന്ന് പറഞ്ഞാൽ മുശ്രിക്കുകളെ കുറിച്ച് മുഅ്മിനീങ്ങളുടെ മനസ്സിൽ ശൈത്താൻ പേടി ഉണ്ടാക്കും. ശൈത്താന്റെ ഒരു പണിയാണ് വസ്വാസ് എന്ന് പറയുന്നത്. അപ്പൊ അവര് വരുന്നുണ്ട്, നിങ്ങളെ
ഒന്നടങ്കം നശിപ്പിക്കും എന്നുള്ള ചിന്തയുണ്ടാക്കുന്നത് ശൈത്താനാണ്. അപ്പൊ ഇതിൽ നമുക്കൊരു ഗുണപാഠമുണ്ട്. അതെന്താണ്? മുശ്രിക്കുകളുടെ തന്ത്രങ്ങളെക്കുറിച്ചും അവരുടെ അംഗബലത്തെക്കുറിച്ചും അവരുടെ ശക്തിയെക്കുറിച്ചും ഒക്കെ പറഞ്ഞ് മുഅ്മിനീങ്ങളുടെ ഇടയിൽ പേടിയുണ്ടാക്കരുത്. അതിനെക്കുറിച്ച് പറയുന്നുണ്ടെങ്കിൽ അതിന്റെ കൂടെ എന്തുകൂടി പറയണം? അള്ളാഹു സുബ്ഹാനഹു വ തആല അവരെ പരാജയപ്പെടുത്തും, അള്ളാഹുവിന്റെ സഹായം മുഅ്മിനീങ്ങൾക്കുണ്ടാകും. അത് പറയാതെ അവരിന്ന തന്ത്രം പ്രയോഗിക്കുന്നുണ്ട്, അവരിനി ഇങ്ങനെയാണ് ചെയ്യാൻ പോകുന്നത്, അവരിനി അടുത്ത നിയമം ഇന്ന നിയമം കൊണ്ടുവരും, അവർ നമ്മളൊക്കെ നശിപ്പിക്കും, ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പേടി ഉണ്ടാക്കരുത്. ഇത് മുഅ്മിനീങ്ങളുടെ സ്വഭാവമല്ല, അത് ശൈത്താന്റെ ഒരു പണിയാണ് അറിയാതെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിൽ അവരെക്കുറിച്ചുള്ള പേടി എന്നുള്ളത് നമുക്ക് ഉണ്ടാകാൻ പാടില്ല. നമുക്ക് മുൻകരുതലുകൾ എടുക്കേണ്ടി വരും. അതിനുവേണ്ടി പറയുകയാണെങ്കിൽ അതിന്റെ കൂടെ എന്ത് പറയണം? ഇൻഷാ അല്ലാഹ് അള്ളാഹു അവരെ തകർക്കുക തന്നെ ചെയ്യും, അവരുടെ തന്ത്രം അള്ളാഹു തകർക്കും. വയംകുറൂന വയംകുറുല്ലാഹു വല്ലാഹു ഖൈറുൽ മാക്കിരീൻ. ഇങ്ങനെ ശുഭാപ്തി വിശ്വാസം ഉണ്ടാക്കുകയാണ് വേണ്ടത്. ഇനി ഈ അധ്യായത്തിൽ ഇദ്ദേഹം കൊടുത്തിട്ടുള്ള ആയത്തുകൾ നമുക്ക് വായിക്കാം. വഖൗലുഹു തആല ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ. മസ്ജിദുകൾ പരിപാലിക്കുന്നത് ആരാണ്? യഥാർത്ഥത്തിൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, അല്ലാഹുവിലും അന്ത്യദിനത്തിലും വിശ്വസിച്ചിട്ടുള്ളവരാണ്. വഅഖാമസ് സ്വലാത്ത വആത സകാത്ത, നമസ്കാരം നിലനിർത്തുകയും സക്കാത്ത് നൽകുകയും ചെയ്യുന്നവരാണ്. വലം യഖ്ശ ഇല്ലല്ലാഹ്, അല്ലാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കാത്തവരുമാണ്. ഈ ആയത്തും ഇറങ്ങാനൊരു സാഹചര്യമുണ്ട്. മക്കയിലെ മുശ്രിക്കുകൾ അവര് വലിയ അഹങ്കാരം നടിച്ചിരുന്നു, പൊങ്ങച്ച നടിച്ചിരുന്നു. എന്തിന്റെ പേരില്? കഅബ പരിപാലിക്കുന്നത് ഞങ്ങളാണ്, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം താനാണ് ഹക്കിൽ എന്ന് പറയുന്നുണ്ട്, താനാണ് അള്ളാഹുവിന്റെ റസൂൽ എന്ന് പറയുന്നുണ്ട്. പക്ഷേ അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട മസ്ജിദായ കഅബ ഞങ്ങളാണല്ലോ പരിപാലിക്കുന്നത് എന്ന ഒരു അഹങ്കാരം അവർക്കുണ്ടായിരുന്നു. അപ്പൊ അള്ളാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഒരാൾ പള്ളിയുടെ പരിപാലകനായിട്ട് യാതൊരു കാര്യവുമില്ല. പള്ളി പരിപാലിക്കാൻ യഥാർത്ഥ അവകാശികൾ ആരാണ്? ഇന്നമാ യഅ്മുറു മസാജിദല്ലാഹി, പള്ളിയുടെ പരിപാലകർ എന്ന് പറഞ്ഞാൽ മൻ ആമന ബില്ലാഹി വൽ യൗമിൽ ആഖിർ, ഈമാൻ ഉണ്ടായിരിക്കണം അള്ളാഹുവിലും അന്ത്യദിനത്തിലും. വഅഖാമസ് സ്വലാത്ത വആത സക്കാ, നമസ്കാരം നിലനിർത്തണം. ചില ആൾക്കാർ പള്ളി കമ്മിറ്റിയിലൊക്കെ ഉണ്ടാവും, പക്ഷെ അവര് നമസ്കരിക്കൂല, അവർക്ക് ജമാഅത്തൊന്നും ബാധകമല്ല. വഅഖാമസ് സ്വലാത്ത വആത സക്കാത്ത, സക്കാത്ത് നൽകുന്നവരായിരിക്കണം. സക്കാത്ത് എന്ന് പറഞ്ഞാൽ മനുഷ്യരുടെ ഹക്കാണ്. അപ്പൊ അള്ളാഹുവിന്റെ ഹക്കും നിറവേറ്റും, അതുപോലെ ജനങ്ങളോടും മാന്യമായി പെരുമാറും, അവരുടെ ഹക്കുകൾ കൊടുക്കും, അവരുടെ അവകാശങ്ങൾ വകവെച്ചു കൊടുക്കും. വലം യഖ്ശ അഹദൻ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ ആരെയും വലം യഖ്ശ ഇല്ലല്ലാഹ്, അള്ളാഹുവിനെ അല്ലാതെ മറ്റാരെയും പേടിക്കുകയുമില്ല. ഇങ്ങനെയുള്ള ആളുകളാണ് മസ്ജിദുകൾ പരിപാലിക്കാൻ അർഹരായിട്ടുള്ളത് എന്നാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അപ്പൊ ഈ ആയത്തും വിഷയവും തമ്മിലുള്ള ബന്ധം എന്താണ്? ഇവിടെ അള്ളാഹുവിനെ പേടിക്കുക എന്ന കാര്യം പറഞ്ഞു. അള്ളാഹുവിനെ മാത്രമേ അവർ പേടിക്കുകയുള്ളൂ. അവരുടെ മദ്ഹായിട്ട് അവരുടെ നല്ല ഗുണങ്ങൾ എണ്ണി പറഞ്ഞപ്പോഴാണ് അള്ളാഹുവിനോടുള്ള പേടി ഇവിടെ പറഞ്ഞത്. അപ്പൊ അള്ളാഹു ഒരു സ്വഭാവത്തെ പുകഴ്ത്തിയിട്ടുണ്ടെങ്കിൽ അതെന്തായിരിക്കും? ഇബാദത്തായിരിക്കും. അപ്പൊ അൽ ഖശ്യത്തു മിൻ അല്ലാഹ്, അള്ളാഹുവിനോടുള്ള പേടി എന്ന് പറയുന്നത് ഇബാദത്താണ്. എന്താണ് ഖൗഫും ഖശ്യത്തും തമ്മിലുള്ള വ്യത്യാസം? ഉലമാക്കൾ പറയുന്നത് ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ അൽ ഖൗഫുൽ മഖ്റൂനു ബിൽ ഇൽം, ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണ് ഖശ്യത്ത്. ഇപ്പൊ ഖൗഫ് എന്ന് പറഞ്ഞാൽ നമ്മൾ പാമ്പിനെ പേടിക്കും, നായയെ പേടിക്കും, അതൊക്കെ ഖൗഫാണ്. പക്ഷെ അത് ഖശ്യത്തല്ല. ഖശ്യത്ത് എന്ന് പറഞ്ഞാൽ ഇൽമിന്റെ അടിസ്ഥാനത്തിലുള്ള പേടിയാണ്. അള്ളാഹുവിനെ കുറിച്ച് ആഴത്തിൽ പഠിച്ചു, അവന്റെ അസ്മാ വ സിഫാത്തിനെ കുറിച്ച് പഠിച്ചു, ഖുർആനിൽ അള്ളാഹു മുൻഗാമികളായ സമുദായങ്ങൾ നശിപ്പിച്ചതിനെ കുറിച്ചൊക്കെ വായിച്ചു, അപ്പോഴുണ്ടായ പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള പേടി, അതാണ് ഖശ്യത്ത്. അതുകൊണ്ടാണ് ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ എന്ന് അള്ളാഹു തആല പറഞ്ഞു. അള്ളാഹുവിനെ ശരിക്കു പേടിക്കുക ആരായിരിക്കും? ഉലമാക്കളായിരിക്കും, ഖുർആനും സുന്നത്തും പഠിച്ചിട്ടുള്ള അറിവുള്ള ആളുകളായിരിക്കും. വഖൗലുഹു, അള്ളാഹു തആല പറയുന്നു, വമിനൻ നാസി മൻ യഖൂലു ആമന്നാ ബില്ലാഹി, ജനങ്ങളിൽ ചിലരുണ്ട് അവർ ഞങ്ങൾ മുസ്ലിമീങ്ങളായിട്ടുണ്ട്, മുഅ്മിനീങ്ങളായിട്ടുണ്ട് എന്ന് വാദിക്കും. ഫഇദാ ഊദിയ ഫില്ലാഹി, വഅലൈക്കും അസ്സലാം, ഫഇദാ ഊദിയ ഫില്ലാഹി, അള്ളാഹുവിന്റെ പേരിൽ അവർ പീഡിപ്പിക്കപ്പെട്ടാൽ, ഉപദ്രവിക്കപ്പെട്ടാൽ, ഒരാൾ നമ്മെ ഉപദ്രവിച്ചു, കളിയാക്കി, അല്ലെങ്കിൽ അടിച്ചു, അള്ളാഹുവിന്റെ മാർഗത്തിൽ ദഅവത്ത് ചെയ്തതിന്, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യം കൊണ്ട് ദീനിന്റെ പേരിൽ ഉപദ്രവിക്കപ്പെട്ടാൽ, ജഅല ഫിത്നതൻ നാസി കഅദാബില്ലാഹ്, ജനങ്ങളുടെ ഉപദ്രവം അള്ളാഹുവിന്റെ അദാബ് പോലെ ആക്കി കളയും. എന്ന് പറഞ്ഞാൽ നരകത്തിൽ പോയതുപോലെ അവൻ പേടിക്കും. യഥാർത്ഥത്തിൽ മനുഷ്യരുടെ പീഡനം അത് എത്ര പോയാലും പരമാവധി നമ്മൾ മരിക്കും, അത്രയേ ഉള്ളൂ. പക്ഷെ അള്ളാഹുവിന്റെ അദാബ് അതിലും വലുതാണ്. അപ്പൊ നമ്മൾ ആരെയാണ് കൂടുതൽ പേടിക്കേണ്ടത്? അള്ളാഹുവിനെയാണ്, അല്ലെ? മനുഷ്യരുടെ ശിക്ഷ എന്ന് പറഞ്ഞാൽ മാക്സിമം പോയാൽ എന്താണ്? വധശിക്ഷ. അതാണ് ദുനിയാവിലെ ഏറ്റവും വലിയ ശിക്ഷ, മരണം. നരകത്തിൽ കഴിയുന്ന ഒരാളുടെ ഏറ്റവും വലിയ സ്വപ്നമായിരിക്കും മരണം എന്ന് പറയുന്നത്. ഒന്ന് മരിപ്പിച്ചിരുന്നെങ്കിൽ എന്നായിരിക്കും അവർ പറയാൻ. അപ്പോ നരകം പേടിച്ചിട്ടാണ് നമ്മൾ ഹറാമുകൾ ഒഴിവാക്കേണ്ടത്. അപ്പൊ എന്തായിരിക്കണം? നരകം പേടിച്ചിട്ട് ഹറാമുകൾ ഒഴിവാക്കുന്ന കാര്യത്തിൽ മനുഷ്യരെ പേടിക്കുന്നതിന്റെ ഇരട്ടി ഇരട്ടിയായി നമ്മൾ പേടിക്കണം, ഹറാമുകൾ ഒഴിവാക്കണം, ആളുകൾക്ക് വേണ്ടി തെറ്റുകൾ ചെയ്യരുത്. ഇതാണ് ഈ ആയത്തിന്റെ ഉദ്ദേശം. വല്ലാഹു അലം. വഅൻ അബി സഈദ് റളിയല്ലാഹു അൻഹു മർഫൂഅൻ, അബൂ സഈദ് അൽ ഖുദരി റളിയല്ലാഹു അൻഹു പറയുന്നു, ഇന്ന മിൻ ദഅഫിൽ യഖീൻ, ഒരു മനുഷ്യന്റെ യഖീൻ കുറവിന്റെ അടയാളമാണ്, അയാൾക്ക് ഉറപ്പില്ല, ഈമാൻ ഉറച്ചിട്ടില്ല എന്നതിന്റെ അടയാളമാണ്, അൻതുർദി അന്നാസ ബിസഖത്തില്ലാഹ്,
അള്ളാഹുവിനെ വെറുപ്പിച്ചുകൊണ്ട് ആളുകളെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളത്. ഈ അസറിന്റെ സനദിലൊരു ദ്വാഫുണ്ട്, ദുർബലതയുണ്ട്. പക്ഷെ ഈ ആശയം ശരിയാണ്. അള്ളാഹുവിനെ വെറുപ്പിച്ചിട്ടായാലും ആളുകളുടെ തൃപ്തി കിട്ടണം എന്നുള്ള ചിന്ത അത് യഖീൻ കുറവാണ്. ഒരാൾക്ക് ഈമാൻ ഉറച്ചിട്ടില്ല എന്നതിന്റെ അടയാളമാണ്. കാരണം എന്താണ്? നേരത്തെ പറഞ്ഞതുപോലെ അള്ളാഹുവിന്റെ ശിക്ഷയാണ് കൂടുതൽ പേടിക്കുക ഒരു മുഅ്മിൻ. അപ്പൊ ആ ശിക്ഷയെക്കുറിച്ച് യഖീനില്ല, ഉറച്ചിട്ടില്ല. അതുകൊണ്ടാണ് ആളുകളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി ഹറാമുകൾ ചെയ്യുന്നത്. ഇതേ ആശയം സഹീഹായ ഒരു ഹദീസിൽ, ഒരു അസറിൽ വന്നിട്ടുണ്ട്. ആയിഷ റളിയല്ലാഹു അൻഹയുടെ അസറിൽ വന്നിട്ടുണ്ട്. ഇത് ആയിഷ റളിയല്ലാഹു അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ടാണ് പറയുന്നതെങ്കിലും കൂടുതൽ സഹീഹായിട്ടുള്ളത് ആയിഷ റളിയല്ലാഹു അൻഹയുടെ മൗഖൂഫായ അസറായിട്ടാണ്. മനിൽ തമസ റിദല്ലാഹി ബിസഖത്തിൻ നാസി, ആരാണോ ജനങ്ങളെ വെറുപ്പിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ തൃപ്തി തേടുന്നത്, ആളുകൾക്ക് വെറുപ്പായിരിക്കും പക്ഷെ അള്ളാഹുവിന്റെ തൃപ്തി മതി എന്ന് കരുതിക്കൊണ്ട് ഒരു കാര്യം ചെയ്യുന്നത്, റളിയല്ലാഹു അൻഹു വഅർളാ അൻഹു നാസ്, അള്ളാഹു അവനെ തൃപ്തിപ്പെടും, ജനങ്ങളുടെ മനസ്സിലും അള്ളാഹു അവനെ കുറിച്ചുള്ള തൃപ്തി ഉണ്ടാക്കും. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അല്ലെ, നമ്മൾ എന്തിനു വേണ്ടിയാണ് ആൾക്കാരെ തൃപ്തിപ്പെടുത്തുന്നത്? എന്തിനു വേണ്ടിയാണ് ഈ ഹറാമ് ചെയ്യുന്നത്? ആൾക്കാരെ തൃപ്തിപ്പെടുത്താൻ. അവരുടെ തൃപ്തിയും കിട്ടാൻ പോകുന്നില്ല, അള്ളാഹുവിന്റെ കോപവും കിട്ടും. അതാണ് ഹറാമ് ചെയ്താൽ. എന്നാൽ അള്ളാഹു കൽപ്പിച്ച ഒരു കാര്യം, ഫർളായ ഒരു കാര്യം അല്ലെങ്കിൽ സുന്നത്തായ ഒരു കാര്യം, അത് നമ്മൾ ചെയ്തു. അതിന്റെ പേരിൽ സകല മനുഷ്യരും നമുക്കെതിരായി, എല്ലാവരും നമ്മെ പരിഹസിക്കാൻ തുടങ്ങി. പക്ഷെ അതിന്റെ ഫലം എന്തായിരിക്കും? ഇവരുടെ പരിഹാസം പിന്നീട് മാറും, അള്ളാഹു നമ്മെ തൃപ്തിപ്പെടുകയും ചെയ്യും. അപ്പൊ ലാഭമാണ്. അള്ളാഹുവിന്റെ തൃപ്തി മാത്രം നോക്കി ജീവിക്കുക എന്നുള്ളതാണ് ലാഭം. അവന് രണ്ടും കിട്ടും, ജനങ്ങളുടെ തൃപ്തിയും കിട്ടും, അള്ളാഹിന്റെ തൃപ്തിയും കിട്ടും. നേരെ മറിച്ച് ജനങ്ങളുടെ തൃപ്തി നോക്കിപ്പോയാൽ ആ ജനങ്ങളും പിന്നീട് ശത്രുക്കളായി മാറും. അതുപോലെ അള്ളാഹു സുബ്ഹാനഹു വ തആല അവനോട് കോപിക്കുകയും ചെയ്യും. ഇത് ഇമാം തിർമിദി റഹിമഹുല്ലാഹ് അതുപോലെ ഇമാം ഇബ്നു ഹിബ്ബാനൊക്കെ ഉദ്ധരിച്ചിട്ടുള്ള സഹീഹായ അസറാണ്. ഈ രണ്ട് അധ്യായങ്ങൾ തുടർച്ചയായി കൊടുക്കാനുള്ള കാരണം എന്താണ്? അള്ളാഹുവിനുള്ള സ്നേഹത്തെക്കുറിച്ചുള്ള അധ്യായം, അത് കഴിഞ്ഞിട്ട് അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയെക്കുറിച്ചുള്ള ബാബ് കൊടുക്കാനുള്ള കാരണം എന്താണ്? ഇത് രണ്ടും ആവശ്യമാണ്. സ്നേഹം മാത്രം ഉണ്ടായാൽ പോരാ, അള്ളാഹുവിനെ കുറിച്ചുള്ള സ്നേഹവും അതുപോലെ അള്ളാഹുവിനെ കുറിച്ചുള്ള പേടിയും, ഇത് രണ്ടും ഒരു മുഅ്മിന് ആവശ്യമാണ്. ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുള്ളത് അർക്കാനു തഅബ്ബുദി അൽ ഖൽബിയ്യ, ഒരു മനുഷ്യൻ ഇബാദത്ത് ചെയ്യുമ്പോൾ മനസ്സിൽ 3 കാര്യങ്ങൾ വേണം: അള്ളാഹുവിനുള്ള സ്നേഹം, അള്ളാഹുവിനുള്ള പേടി, അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽപ്പെട്ട 2 കാര്യങ്ങളാണ്. അടുത്ത അധ്യായം തവക്കുലിനെ കുറിച്ചാണ്. അത് അള്ളാഹുവിനെ കുറിച്ചുള്ള പ്രതീക്ഷയുള്ളവർക്കാണ് തവക്കുൽ ഉണ്ടാവുക. ഇൻഷാ അല്ലാഹ് അത് അടുത്ത ആഴ്ച നമുക്ക് വായിക്കാം. വല്ലാഹു തആല ആലം. വസല്ലല്ലാഹു വസല്ലം അലാ അബ്ദിഹി വറസൂലിഹി നബിയിന മുഹമ്മദ് വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.